ഹായ് മക്കളെ, +2 കെമിസ്ട്രിയിൽ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന വളരെ വെയിറ്റേജ് കൂടിയ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിന്റെ വൺ ഷോട്ട് റിവിഷനുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ പലർക്കും മനസ്സിലാക്കി പഠിക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടെ ഈ ചാപ്റ്റർ നിങ്ങൾ മുഴുവനായും നിങ്ങൾ പോലും അറിയാതെ പഠിച്ചു തീർന്ന് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവിടെ പറയുന്ന പല ടോപ്പിക്സിനും ഒരുപാട് ട്രിക്സ് ഉണ്ട്, ടിപ്സ് ഉണ്ട്. അതിനാൽ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നതാണ് ഈ വീഡിയോയുടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകുകയാണ്, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഒറ്റ സ്ട്രക്ചറിൽ നിന്ന് കണ്ടു തീർക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്റർ മുഴുവനായും വേഗത്തിൽ പഠിച്ചു തീർക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ കടക്കുകയാണ്. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ ഉടനെ തന്നെ ഇതിന്റെ സ്ലൈഡ്സും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ കിട്ടുവാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് താഴത്തെ കമന്റ് ബോക്സിൽ അല്ലാതെയുമായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ടീച്ചേഴ്സ് നിങ്ങളുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, നിങ്ങൾ പബ്ലിക് ലൈവിൽ കാണുന്ന ഞങ്ങൾ നിങ്ങളുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വാട്സ്ആപ്പ് ചാനൽ കൂടിയുണ്ട്. അവിടെ ഞങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. വോയിസ് ഇടുന്നതും മെസ്സേജ് ഇടുന്നതും വീഡിയോസ് ഇടുന്നതും എല്ലാം തന്നെ ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുമായി നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സ്ആപ്പ് ചാനലും കയറി ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിനോട് തന്നെ 12,000-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ അതിനകത്തുണ്ട്. നിങ്ങൾ അതിനകത്ത് വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ നമ്പറൊന്നും ആർക്കും ഷെയർ ചെയ്യപ്പെടില്ല, ആരും കാണത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യുക. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ എങ്ങനെയാണ് വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ളതാണ്. കെമിക്കൽ റിയാക്ഷനിലൂടെ ഇലക്ട്രിസിറ്റി കിട്ടുകയും ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുകയും ചെയ്യുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെയാണ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയിലെ ബ്രാഞ്ചാണ് എന്ത്, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയെ എന്താക്കി മാറ്റണം, കെമിക്കൽ എനർജിയാക്കി മാറ്റണം. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നു, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. ഈ രണ്ട് സംഭവങ്ങൾ ചെയ്യുന്ന കെമിസ്ട്രിയിലെ ഒരു ബ്രാഞ്ചാണ് എന്ത്, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോലൈറ്റിക് സെല്ലാണ്. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞാൽ 2 ബീക്കർ വേണം, 2 ഇലക്ട്രോഡ് വേണം, 2 ഇലക്ട്രോലൈറ്റ് വേണം. അത് 2 ഇലക്ട്രോഡ് മുക്കി വെച്ചിരിക്കുന്നു. സാൾട്ട് ബ്രിഡ്ജ് വേണം. വെളിയിലോട്ട് കറണ്ട് കിട്ടുകയാണ്. ഇവിടെ സംഭവിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് വെളിയിലോട്ട് ഇലക്ട്രിക്കൽ എനർജി കിട്ടുകയാണ്. അപ്പോൾ കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജിയാണ്. ഇതൊരു ബാറ്ററി പോലെയാണ് ആക്ട് ചെയ്യുന്നത്. കെമിക്കൽ റിയാക്ഷനിലൂടെ പുറത്തോട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, കറണ്ട് കിട്ടുകയാണ്. അപ്പോൾ ഇതൊരു ബാറ്ററി അഥവാ സെല്ല് പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. വേറെ നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് ഇലക്ട്രോലിറ്റിക് സെല്ലാണ്. അവിടെ 1 ബീക്കർ ആയിരിക്കും ഉണ്ടായിരിക്കുക, 1 ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉണ്ടായിരിക്കുക. ആ 1 ഇലക്ട്രോലൈറ്റിലോട്ട് 2 ഇലക്ട്രോഡ് ഇറക്കി വെച്ചുകൊണ്ട് കറണ്ട് കൊടുത്ത് കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണ്. അവിടെ കറണ്ട് കൊടുത്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു, കെമിക്കൽ എനർജി ആയിട്ട് മാറുകയാണ്. അത് ഇലക്ട്രോലൈറ്റിക് സെല്ലാണ്. ഇലക്ട്രോലൈറ്റിൽ കറണ്ട് കടത്തി വിടുന്ന ആ ഒരു കേസാണ്. അത് നമുക്ക് അതിലോട്ട് കിടക്കണം. അവിടെ നമുക്ക് ഫാരഡേസ് ലോയും മറ്റു കാര്യങ്ങളെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 2 ബീക്കറാണ്, 2 ഇലക്ട്രോലൈറ്റ് ആണ്, 2 ഇലക്ട്രോഡുകളാണ്, സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട് എന്നീ സംഭവങ്ങളൊക്കെ അറിയാമല്ലോ. ഇത് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം. 10ാം ക്ലാസ്സിലൊക്കെ അടിപൊളിയായിട്ട് മനസ്സിലാക്കി പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാം. ഇതിൽ ഇങ്ങനെ ഒരു സെല്ല് നിങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് പോസിറ്റീവ്, ഏതാണ് നെഗറ്റീവ്, ഏതാണ് ആനോഡ്, ഏതാണ് കാഥോഡ്, ഏതാണ് ഓക്സിഡേഷൻ, ഏതാണ് റിഡക്ഷൻ, ഇവിടെ നമുക്ക് സെൽ റെപ്രസെൻറ്റേഷൻ എഴുതാൻ പറ്റണം, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്, സെൽ പൊട്ടൻഷ്യൽ എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ പുതുതായിട്ട് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഒരു ഭാഗത്ത് ഒരു മെറ്റൽ അവൻ്റെ തന്നെ സൊല്യൂഷനിൽ മുക്കി വെച്ചിട്ടുണ്ടായിരിക്കും, മറ്റൊരു ഭാഗത്ത് മറ്റൊരു മെറ്റൽ അവൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ, റിയാക്ടിവിറ്റി കുറവ് എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാലും മതി. ഇപ്പോൾ സിങ്കും കോപ്പറും ഉണ്ട്. ഈ സിങ്കിലും കോപ്പറും ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ, ആർക്കാണ് റിയാക്ടിവിറ്റി കുറവ് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ ഞാൻ ഈ മുമ്പ് പറഞ്ഞിരിക്കുന്ന ഈ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ തന്നെ തനിയെ പറയും. അപ്പോൾ അതിൻ്റെ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ, ആർക്കാണ് റിയാക്ടിവിറ്റി കുറവ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് കൂടെ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആരും മുകളിൽ ആരും താഴെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ജസ്റ്റ് ഞാനൊന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും കേസാണ്. സിങ്കും കോപ്പറും വെച്ചുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സെല്ലിനെ പറയുന്ന, അഥവാ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ പറയുന്ന പേരാണ് എന്ത്, ഡാനിയൽ സെൽ. ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ സിങ്കും കോപ്പറും ചേർന്ന കോമ്പിനേഷനാണ്. റെഡി? അപ്പോൾ ഒരു ഡാനിയൽ സെല്ലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ, സിങ്ക് കോപ്പർ എന്ന് എടുക്കുകയാണെങ്കിൽ സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. റിയാക്ടിവിറ്റി കൂടുതൽ ആരെ എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാലും മതി. നോക്കണേ, നിങ്ങൾ ഈ റിയാക്ടിവിറ്റി കൂടിയവൻ എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. റിയാക്ടിവിറ്റി കൂടിയവൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. റിയാക്ടിവിറ്റി കുറഞ്ഞ ഇലക്ട്രോഡ് ഭാഗം എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ വാങ്ങാൻ നിർബന്ധിതനാവും. അപ്പോൾ റിയാക്ടിവിറ്റി കൂടിയവൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണ് എന്ത്, ഓക്സിഡേഷൻ. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അതെന്താണ്, ഓക്സിഡേഷനാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ആനോഡ്, ഏതാണ് കാഥോഡ് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ പോസിറ്റീവാണ് നെഗറ്റീവ് ആണെന്നൊന്നും പറയാൻ നിൽക്കരുത്. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ഓക്സിഡേഷൻ നടക്കുന്ന റോഡിനെയാണ് നമ്മൾ ആനോഡ് എന്ന് പറയുക. ഓക്സിഡേഷൻ ഏത് റോഡിലാണോ നടക്കുന്നത് അതാണ് ആനോഡ്. റിഡക്ഷൻ ഏത് റോഡിലാണ് നടക്കുന്നത് അതാണ് കാഥോഡ്. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും ഏതിലാണ് നടക്കുന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ റിയാക്ടിവിറ്റി കൂടിയവൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ ആണെങ്കിൽ അത് ആനോഡാണ്.
അപ്പോൾ ഇവിടെ സിങ്ക് ആണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങളോട് ആനോഡിൽ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ അതെങ്ങനെയാണ് എഴുതുക? ആനോഡിൽ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതുക? റിയാക്ടിവിറ്റി കൂടിയവൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണല്ലോ. ആ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് നിങ്ങൾ ആനോഡിൽ എഴുതേണ്ടത്. ആനോഡ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കുന്ന റോഡാണ്. അതിനാൽ തന്നെ അവിടെ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്. സിങ്ക് എന്ന് പറയുന്നവൻ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡ് ആണ് അല്ലേ. സിങ്ക് എന്ന് പറയുന്നവൻ Zn2+ ആയിട്ട് മാറുന്നു. എങ്ങനെ? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട്. റെഡി? അപ്പോൾ ആനോഡിലെ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്തത് കാഥോഡിലെ റിയാക്ഷൻ എഴുതാൻ പറയുകയാണെങ്കിൽ ആരെയാണ് നിങ്ങൾ എഴുതേണ്ടത്? ഇവൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ആരാണ് ഇലക്ട്രോണിനെ വാങ്ങുന്നുണ്ടായിരിക്കുക? കോപ്പർ ആയിരിക്കും. കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ, കോപ്പർ എന്നല്ല ഏതൊരു മെറ്റലും ഇലക്ട്രോണിനെ വാങ്ങില്ല. അതായത് Cu എന്ന് പറയുന്നവൻ ഇലക്ട്രോണിനെ വാങ്ങിച്ചു എന്ന് എഴുതിയാൽ അത് വലിയ തെറ്റാണ്. ഒരിക്കലും ഒരു മെറ്റൽ ഇലക്ട്രോണിനെ വാങ്ങിക്കില്ല. സിങ്ക് ഇലക്ട്രോണിനെ വാങ്ങിച്ചു എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. കോപ്പർ ഇലക്ട്രോണിനെ വാങ്ങിച്ചു എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. മെഗ്നീഷ്യം ഇലക്ട്രോണിനെ വാങ്ങിച്ചു എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. ഒരിക്കലും മെറ്റലുകൾ ഇലക്ട്രോണിനെ വാങ്ങില്ല. മറിച്ച് മെറ്റലുകളുടെ അയണുകളാണ് ഇലക്ട്രോണിനെ വാങ്ങുക. Cu ഇലക്ട്രോണിനെ വാങ്ങില്ല. Cu2+ ആണ് ഇലക്ട്രോണിനെ വാങ്ങുക, 2 ഇലക്ട്രോണിനെ. സോഡിയം ഇലക്ട്രോണിനെ വാങ്ങില്ല. Na+ ആയിരിക്കും ഇലക്ട്രോണിനെ വാങ്ങുക, 1 ഇലക്ട്രോണ്. അലുമിനിയം ഇലക്ട്രോണിനെ വാങ്ങില്ല. Al3+ ആണ് ഇലക്ട്രോണിനെ വാങ്ങുക, 3 ഇലക്ട്രോണ്. മെഗ്നീഷ്യം ഇലക്ട്രോണിനെ വാങ്ങില്ല. മെഗ്നീഷ്യം 2+ ആണ് ഇലക്ട്രോണിനെ വാങ്ങുക. അറിയാതെ പോലും ഒരു മെറ്റൽ ഇലക്ട്രോണിനെ വാങ്ങിച്ചു എന്നൊരു റിയാക്ഷൻ എവിടെയും നിങ്ങൾ എഴുതി വെക്കരുത്. മെറ്റലിൻ്റെ അയനാണ് ഇലക്ട്രോണിനെ വാങ്ങുക. Cu അല്ല ഇലക്ട്രോണിനെ വാങ്ങുക, Cu2+ ആണ്. Cu2+ എത്ര ഇലക്ട്രോണിനെ വാങ്ങുക? 2 ഇലക്ട്രോണിനെ വാങ്ങും. ഇലക്ട്രോണിനെ വാങ്ങുന്നത് ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിൽ വേണം എഴുതാൻ. ഗീവ്സ് എന്തായിട്ട് മാറും? Cu ആയിട്ട് മാറും. അപ്പോൾ നിങ്ങളോട് ആനോഡിലെ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ഓക്സിഡേഷൻ റിയാക്ഷനും കാഥോഡിലെ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ റിഡക്ഷൻ റിയാക്ഷനുമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഓവറാൾ റിയാക്ഷനും കൂടെ എഴുതി തരാം. ഓവറാൾ റിയാക്ഷൻ എങ്ങനെയാണ് എഴുതുക? ഇതിൽ ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിലുള്ളവനെയും റൈറ്റിലുള്ളവനെയും എഴുതുക. ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിലുള്ള എല്ലാവരെയും എഴുതുക, ആരോ മാർക്ക് ഇടുക. ആരോ മാർക്കിൻ്റെ റൈറ്റിലുള്ള എല്ലാവരെയും എഴുതുക. ആ ഭാഗത്ത് ഇലക്ട്രോണുകൾ വരരുത്. ഇലക്ട്രോണുകൾ വെട്ടിപ്പോകണം. ഇലക്ട്രോണുകൾ വെട്ടിപ്പോകത്തക്ക രീതി വേണം കറക്റ്റ് ചെയ്യാനായിട്ട്. ഇവിടെ 2 ഇലക്ട്രോണാണ്, ഇവിടെ 2 ഇലക്ട്രോണാണ്. ഇലക്ട്രോൺ വെട്ടിക്കളയണം. ബാക്കിയുള്ള ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിലുള്ളതും ആരോ മാർക്കിൻ്റെ റൈറ്റിലുള്ളതും മാത്രം എഴുതി കൊടുത്താൽ മതി. അതായത് ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിൽ ഇവിടെ Zn ആണ്, പിന്നെ Cu2+ ആണ് അല്ലേ. ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിൽ ഇവർ 2 പേരുമാണുള്ളത്. ഇനി ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡ് ആരാണുള്ളത്? ഇവർ 2 പേരുമാണുള്ളത്. ഇലക്ട്രോണിനെ വെട്ടിക്കളയണം കേട്ടോ. ഫൈനൽ റിയാക്ഷനിൽ ഇലക്ട്രോൺ വരരുത്. Cu. ഇതാണ് ഓവറാൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഓവറാൾ റിയാക്ഷൻ വരെ എഴുതാനുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇതിൽ ഏതാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നോക്കണേ, ഒരു ബാറ്ററി എടുക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ് കറണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ് കറണ്ട് എന്ന് പറയുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടായിരിക്കും ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുക. എങ്ങനെയാണ്? ഇലക്ട്രോണിൻ്റെ ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട്. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട്. ഇവിടെ ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോയത്? സിങ്ക് ആണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിരിക്കുന്നത്, കോപ്പറാണ് ഇലക്ട്രോണിനെ വാങ്ങിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കായിരിക്കും. ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ്. റിയാക്ടിവിറ്റി കൂടിയവനിൽ നിന്ന് റിയാക്ടിവിറ്റി കുറഞ്ഞവനിലോട്ടായിരിക്കും ഇലക്ട്രോൺ പോവുക. ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോവുക? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട്. അപ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കണം, ഇത് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തവൻ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഇലക്ട്രോണിനെ വാങ്ങിച്ച ഭാഗത്ത് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം എന്ന ഐഡിയ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്. ഇതുവരെ ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? റിയാക്ടിവിറ്റി കൂടിയവൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ ആണെങ്കിൽ അത് നെഗറ്റീവ് ആണ് അല്ലേ. ഓക്സിഡേഷൻ ആണെങ്കിൽ ആനോഡാണ്, ആനോഡാണെങ്കിൽ നെഗറ്റീവ് ആണ്. ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ അത് ആനോഡാണ്, ആനോഡാണെങ്കിൽ നെഗറ്റീവ് ആണ്. അപ്പോൾ അതിനൊരു കോഡ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, LOAN. ഇത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഇട്ട് കൊടുക്കരുത്, തെറ്റും. ലോൺ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ. ഓക്സിഡേഷൻ ആണെങ്കിൽ ആനോഡ്, ആനോഡാണെങ്കിൽ അത് നെഗറ്റീവ്, ആനോഡാണെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ മാത്രമാണ്. 2 ബീക്കർ വെച്ചിട്ടുള്ള ഈ സാൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ടുള്ള ഈ സെറ്റപ്പിൽ മാത്രമാണ് എന്ത്? ആനോഡ് നെഗറ്റീവ് എന്ന് പറയുന്നത്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സാൾട്ട് ബ്രിഡ്ജ് എന്തിനാണ് എന്നുള്ളത്, സാൾട്ട് ബ്രിഡ്ജിൻ്റെ റോൾ എന്താണ് എന്നുള്ളത്. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ആ ഒരു പോയിന്റ് മാത്രം എഴുതി കൊടുത്താൽ മതി. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് വയ്ക്കുന്നത്. ഓക്കെ, റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ. അപ്പോൾ റിയാക്ടിവിറ്റി കൂടുതലായാലും റിയാക്ടിവിറ്റി കുറവാരാന്ന് മാത്രം അറിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമേ. ഇനി ഒരൊറ്റ കാര്യം കൂടെ ഇവിടെ അഡീഷണൽ ആയിട്ട് പറയാനുള്ളത് സെൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എന്താണ്? സെൽ റെപ്രസെൻറ്റേഷനും കൂടെ ഒന്ന് സെറ്റാക്കണം. അതെങ്ങനെയാണ് സെറ്റാക്കുക? വളരെ വളരെ ഈസിയാണ്. ഞാൻ എന്താ സെൽ റെപ്രസെൻറ്റ് എഴുതി തരാം, നോക്കിക്കോ. Zn bar Zn2 plus /Cu2 plus bar Cu.
ഇതാണ് സെൽ റെപ്രസെൻറ്റേഷൻ. ഇതെങ്ങനെ എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. വളരെ ഈസിയാണ്. ഡബിൾ സ്ലാഷ് വരയ്ക്കുക. ഈ വരയ്ക്കുന്നത് സാൾട്ട് ബ്രിഡ്ജാണ്. ഈ വരച്ചിരിക്കുന്നത് സാൾട്ട് ബ്രിഡ്ജാണ്. സാൾട്ട് ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റിൽ എപ്പോഴും ഓക്സിഡേഷൻ നടക്കുന്ന റോഡായിരിക്കണം, അഥവാ ആനോഡായിരിക്കണം. അതാണ് നമ്മൾ ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ലെഫ്റ്റിൽ ആനോഡും റൈറ്റിൽ കാഥോഡുമായിരിക്കും. ലെഫ്റ്റിൽ ആനോഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആനോഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സിങ്കാണ്. സിങ്കിന് സംഭവിക്കുന്ന മാറ്റം എന്താണ്? Zn2+ ആകുന്നു. എന്തായിട്ട് മാറുന്നു? Zn2+ ആയിട്ട് മാറുന്നു. റൈറ്റ് സൈഡ് സംഭവിക്കുന്നത് എന്താ? അഥവാ കോപ്പറിന് സംഭവിക്കുന്നത് എന്താ? Cu2+ Cu ആകുന്നു. കാഥോഡിൻ്റെ ഭാഗം സംഭവിക്കുന്നത് Cu2+ Cu ആകുന്നു. Cu2+ Cu ആകുന്നു. ആക്ച്വലി ഇത് Cu2+ Cu ആവുന്നു, Zn2+ ആവുന്നു എന്ന മീനിങ് അല്ല. ഈ Zn2+ Cu2+ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് ആണ്. പക്ഷെ നമ്മൾ ഇത് എഴുതാനുള്ള ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് Zn2+ ആകുന്നത്. ഓക്സിഡേഷൻ നടക്കുന്നത് എന്താ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഥവാ ആനോഡ് എന്ന് പറഞ്ഞാൽ Zn2+ ആകുന്നു. അത് നമ്മളിവിടെ കോട്ട് ചെയ്തു, Cu2+ Cu ആവുന്നു എന്ന ഐഡിയയിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഏത് തന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും സെൽ റെപ്രസെൻറ്റേഷൻ എഴുതാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. റെഡിയല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോൾ വേണ്ട എല്ലാ കാര്യവും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്, ഓക്സിഡേഷൻ റിയാക്ഷൻ എന്താണ്, റിയാക്ഷൻ എന്താണ്, ഓക്സിഡേഷൻ ഏതാണ് നടക്കുന്നത്, റിഡക്ഷൻ ഏതാണ് നടക്കുന്നത്, പോസിറ്റീവ് ഏതാണ്, നെഗറ്റീവ് ഏതാണ്, ഓവറോൾ റിയാക്ഷൻ എന്താണ്, സെൽ റെപ്രസെൻറ്റേഷൻ എന്താണ്, മുഴുവൻ കാര്യങ്ങൾ സെറ്റാണ്. സിങ്കും കോപ്പറും വന്നാൽ ഈ ഒരു കോമ്പിനേഷന് പറയുന്ന പേരാണ് എന്ത്? ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ കോപ്പറും സിങ്കും വെച്ചാൽ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 1.10 വോൾട്ടേജ് ആണ്. 1.10 വോൾട്ടേജ് ആണ്. നമുക്ക് ഇതൊരു ബാറ്ററി ആയിട്ടാണ് ആക്ട് ചെയ്യുക, അഥവാ സെല്ലായിട്ടാണ് ആക്ട് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. കാരണം അവിടെ കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് വെളിയിലോട്ട് എന്ത് കിട്ടുകയാണ്? നമുക്ക് ഔട്ട്പുട്ടായിട്ട് വോൾട്ടേജ് കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1.10 വോൾട്ടേജ് ആണ് കിട്ടുക. ഇത് ഡാനിയൽ സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലാണ്. സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്? സെൽ പൊട്ടൻഷ്യൽ. ഈ ആക്ച്വലി ഇവിടെ 1.1 വോൾട്ടേജ് എങ്ങനെയാണ് കിട്ടുക? 1.1 വോൾട്ടേജ് എങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടെയുള്ള ഇലക്ട്രോഡിൻ്റെയും പൊട്ടൻഷ്യലുകളുടെ ഡിഫറൻസ് ആണ്. ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞത് സെൽ പൊട്ടൻഷ്യൽ. ആദ്യം പറഞ്ഞ കേസ് എന്താണ്? സെൽ പൊട്ടൻഷ്യലാണ്. സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സെല്ലിൽ വെളിയിലൊരു വോൾട്ട് മീറ്റർ വെച്ചാൽ കിട്ടുന്ന ഔട്ട്പുട്ട്, അതാണ് ഈ സെൽ എന്ന് പറയുന്ന എന്താണ്? സെൽ പൊട്ടൻഷ്യൽ. ഈ സെൽ എന്ന് പറയുന്ന സെൽ പൊട്ടൻഷ്യൽ. അത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണെങ്കിൽ ഈ സെൽ നോട്ട് എന്ന് പറയും. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാറും അവിടുത്തെ പ്രഷർ 1 atm അവിടുത്തെ ടെമ്പറേച്ചർ 298 കെൽവിനും, ഈ മൂന്നുമാണ് എന്ത്? സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവിടെ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഇല്ലേ, ഈ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ, ഇവിടുത്തെ പ്രഷർ 1 atm, ഇവിടുത്തെ ടെമ്പറേച്ചർ 298 കെൽവിൻ ആണ് എന്നുണ്ടെങ്കിൽ ഇതിന് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയാം. ആ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ് നമുക്ക് 1.10 വോൾട്ടേജ് കിട്ടുക. അവിടെ കോൺസെൻട്രേഷൻ മാറിയാൽ 1 മോളാർ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ മാറിയാൽ ഇവിടെയുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് മാറും. അത് വിട്ടേക്ക്. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നത്. റെഡി? അപ്പോൾ ഈ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന 1.10 വോൾട്ടേജ് എങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടെയുള്ള ഒരു ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും ആ രണ്ട് ഇലക്ട്രോഡുകളുടെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകളുടെ ഡിഫറൻസ് ആണ്. സർ, അപ്പോൾ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോഡിൻ്റെയും പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസ് ആണല്ലോ 1.10 വോൾട്ട്. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റൽ അവൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ഇവൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനും വാങ്ങാനുമുള്ള കഴിവുണ്ടായിരിക്കും. അവൻ്റെ കൂടെ ആരെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റെഡി? അപ്പോൾ ഒരു മെറ്റൽ അവൻ്റെ തന്നെ സൊല്യൂഷനിൽ മുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അവൻ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവാണ് ഉള്ളതെങ്കിൽ അതിനെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. ഇലക്ട്രോണിന് വിട്ടുകൊടുക്കാനുള്ള കഴിവിൻ്റെ മെഷർമെൻ്റ് ആണെങ്കിൽ അതിനെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നാണ് പറയുക. സിങ്കിൻ്റെ തന്നെ സൊല്യൂഷനിൽ മുക്കി വെച്ചിരിക്കുമ്പോൾ അഥവാ ZnSO4 മുക്കി വെച്ചിരിക്കുമ്പോൾ അവന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനോ വാങ്ങാനോ ഉള്ള കഴിവുണ്ടായിരിക്കും. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവിൻ്റെ മെഷർമെൻ്റ് ആണ് സിങ്കിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സിങ്കിന് ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവാണെങ്കിൽ അതിനെയാണ് അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഇവിടെ എടുക്കുന്ന കേസിൽ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലാണ്, കോപ്പറിന് റിയാക്ടിവിറ്റി കുറവാണ്. അതിനാൽ തന്നെ സിങ്കിന് ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവായിരിക്കുമോ വിട്ടുകൊടുക്കാനുള്ള കഴിവായിരിക്കുമോ ഉണ്ടായിരിക്കുക? തീർച്ചയായും റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് സിങ്കിന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവായിരിക്കും ഉണ്ടായിരിക്കുക. സിങ്കിന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുതലായതുകൊണ്ട് തന്നെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ് കുറവാണ്, അതിനാൽ തന്നെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. റിയാക്ടിവിറ്റി കൂടിയവന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുമാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?
അങ്ങനെയാണെങ്കിൽ കോപ്പറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ, കോപ്പറിന് റിയാക്ടിവിറ്റി കുറവാണ്. കോപ്പറിന് റിയാക്ടിവിറ്റി കുറവായതുകൊണ്ട് തന്നെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കുറയും, മറിച്ച് ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അതിനാൽ തന്നെ കോപ്പറിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലും ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറവുമായിരിക്കും. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? ഈ ചാപ്റ്റർ മുഴുവനായും നമ്മൾ പറയുന്നത് ഈ മെറ്റലുകളുടെ എല്ലാവരുടെയും റിഡക്ഷൻ പൊട്ടൻഷ്യലുകൾ മാത്രം വെച്ചുകൊണ്ടാണ്. സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെയും കോപ്പറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലുകളുടെയും ഡിഫറൻസ് ആണ് എന്ത്? സെൽ പൊട്ടൻഷ്യൽ. ആ ഒരു സെല്ലിൽ വെച്ചിരിക്കുന്ന ഇലക്ട്രോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലുകളുടെ ഡിഫറൻസ്, ഇവൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യലുകളുടെ ഡിഫറൻസ്, അവരുടെ എന്തല്ല ഓക്സിഡേഷൻ പൊട്ടൻഷ്യലുകളല്ല. നോക്കണേ, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്കിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? -0.76. അതുപോലെ തന്നെ കോപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. അത് എത്രയാണ്? +0.34. വോൾട്ടേജ് എന്ന് കൂടെ ഉണ്ട് കേട്ടോ. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നോക്കണേ, സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് ഇത്. നമ്മൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക? Zn2 + Zn. അപ്പോൾ Zn2 + Zn ആയി മാറുന്നു എന്ന് പറയുമ്പോൾ റിഡക്ഷൻ ആണ്. Cu2 + Cu ആവുന്നു. ഇതെന്താണ്? റിഡക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാർ ഇവിടെ സിങ്കിന് സംഭവിക്കുന്നത് ഓക്സിഡേഷൻ അല്ലേ, അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അല്ലേ എഴുതേണ്ടത്? അങ്ങനെയല്ല. നമ്മൾ രണ്ട് ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകളുടെ ഡിഫറൻസ് ആണ് എടുക്കുന്നത്. അവരെ കമ്പയർ ചെയ്തിട്ടുള്ള അവരുടെ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും റിഡക്ഷൻ പൊട്ടൻഷ്യലുകൾ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ രണ്ട് കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരാൾക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴിവും ഇവൻ്റെ കഴിവും, മീൻസ് ഇവന് ചിത്രം വരയ്ക്കാനുള്ള കഴിവാണ് കൂടുതൽ, ഇവന് പാട്ട് പാടാനുള്ള കഴിവാണ് കൂടുതൽ. നമ്മൾ ഇവരെ തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യുക? രണ്ടുപേർക്കും പാട്ട് പാടാനുള്ള കഴിവ് നോക്കിയിട്ടല്ലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ രണ്ടുപേർക്കും ചിത്രം വരയ്ക്കാനുള്ള കഴിവ് നോക്കിയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതേ കമ്പാരിസനാണ് നമ്മളിവിടെ നടത്തുന്നത്. അതായത് സിങ്കിന് റിഡക്ഷൻ നടത്താനുള്ള കഴിവും കോപ്പറിന് റിഡക്ഷൻ നടത്താനുള്ള കഴിവും, ആ രണ്ട് കഴിവുകളുടെയും മെഷർമെൻറ്റിൻ്റെ ഡിഫറൻസ്, അതാണ് സെൽ പൊട്ടൻഷ്യൽ. മനസ്സിലായോ? സിങ്കിന് ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്, പക്ഷേ നമ്മൾ അവൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് എടുക്കേണ്ടത്. കോപ്പറിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് എടുക്കേണ്ടത്. ആ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസ് ആണ് സെൽ പൊട്ടൻഷ്യൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി പറഞ്ഞു വരുന്ന കാര്യം, ഇത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് മനസ്സിലാക്കുക? Zn2 + Zn റിഡക്ഷൻ, Cu2 + Cu റിഡക്ഷൻ. അപ്പോൾ പിന്നെ ഈ നോട്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ്. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇവിടെ നോക്കണേ, സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യലുകൾ, സിങ്കിന് റിഡക്ഷൻ നടത്താനുള്ള കഴിവ് വളരെ കുറവാണെന്ന് പറഞ്ഞു. അതിനാൽ തന്നെ -0.76 വോൾട്ടേജ് ആണ്. കോപ്പറിന് കമ്പാരിറ്റീവ്ലി റിഡക്ഷൻ നടത്താനുള്ള കഴിവ് കൂടുതലാണ്. അതിനാൽ തന്നെ കോപ്പറിന് +0.34 ആണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതേ സംഭവം ഞാൻ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലായിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലായിട്ട് എഴുതാം? E0 Zn2 എന്ന് എഴുതിയാൽ ഇതെന്താണ്? ഇത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ഇതെങ്ങനെയാ പറയുക? സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക്. അതേപോലെ ഞാൻ കോപ്പറിൻ്റെ കേസ് എഴുതാം. നോക്കണേ, സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ അല്ലേ ഞാൻ എഴുതിയിരിക്കുന്നത്? അല്ലേ? എൻ്റെ ടച്ചിനെന്തോ വലിയ സീനുണ്ടെന്ന് വിചാരിക്കും. റെഡി? അപ്പോൾ ഇവരുടെ വാല്യൂ എന്തായിരിക്കും? റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടിയാൽ അവരുടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എങ്ങനെ എഴുതും? ഒന്നുമില്ല, സൈന് മാറ്റിയാൽ മതി. റിഡക്ഷൻ പൊട്ടൻഷ്യൽ -0.76 ആണെങ്കിൽ ഇത് +0.76 ആയിരിക്കും. ഇവൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ +0.34 ആണെങ്കിൽ ഇത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ -0.34 ആയിരിക്കും. അത്രയേ ഉള്ളൂ. നോക്കിക്കേ, കോപ്പറിന് റിയാക്ടിവിറ്റി കുറവാണ്, അതിനാൽ തന്നെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലാണ്, അതിനാൽ തന്നെ അവൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. പറഞ്ഞ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും എടുക്കുന്നത് എന്താണ്? റിഡക്ഷൻ പൊട്ടൻഷ്യലുകൾ മാത്രം. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവണം, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഇങ്ങനെ എഴുതുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എത്രയാണ് എന്ന് ചോദിച്ചാലും അത് എഴുതാനും കഴിവുണ്ടായിരിക്കണം. റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ നേരെ സൈന് മാറ്റിയാൽ മതിയേ. ഇതൊക്കെ എക്സാമിന് തരും കേട്ടോ, അതൊന്നും കാണാതെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. റിഡക്ഷൻ പൊട്ടൻഷ്യലുകളുടെ ഡിഫറൻസ് ആണ് സെൽ പൊട്ടൻഷ്യൽ. E0 സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? E0 സെൽ എന്ന് പറഞ്ഞാൽ E0 കാഥോഡ് -E0 ആരോണ്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ.
കാഥോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, അല്ലാതെ ആനോഡ് മൈനസ് കാഥോഡ് അല്ല. കാഥോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇവിടെ ആരാണ് ആനോഡ് കാഥോഡ് എന്ന് പറയുന്നത്? ഇ നോട്ട് കോപ്പർ ആണ്. Cu2+Cu. ഇതാണ് കാഥോഡ്. കാഥോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇത് അടുത്തത് ആനോഡ്. ആനോഡ് എന്ന് പറഞ്ഞാൽ Zn 2+Zn. റെഡി. അപ്പോൾ കോപ്പറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ്? 0.34, പോസിറ്റീവ് 0.34 മൈനസ് സിങ്കിൻ്റെ എത്രയാണ്? -0.76, -0.76. മൈനസും പ്ലസ് ആയി, അപ്പോൾ 1.10 വോൾട്ട്. ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. എന്താണ്? 1.10 വോൾട്ടേജ് ആണ്. ക്ലിയർ ആയേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ഇലക്ട്രോഡുകളുടെ പൊട്ടൻഷ്യൽ. ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു ഡൗട്ടാണ്. എന്താന്ന് പറഞ്ഞാൽ, സാർ നമ്മളിവിടെ ഡാനിയൽ സെൽ അറേഞ്ച് ചെയ്തു, സിങ്കും കോപ്പറും അറേഞ്ച് ചെയ്തു, നമുക്കിവിടെ വോൾട്ട് മീറ്ററിൽ കാണാൻ പറ്റുന്നത് 1.10 വോൾട്ടേജ് അല്ലേ? അതെ, 1.10 വോൾട്ടേജ് ആണ്. അതിൽ സിങ്കിന് -0.76 ആണ് എന്നും കോപ്പറിന് +0.34 ആണെന്ന് സാർക്ക് എങ്ങനെയാണ് മനസ്സിലായത്? കാരണം ഇത് രണ്ടും കൂടെ വെച്ചാൽ നമുക്ക് വോൾട്ട് മീറ്ററിൽ 1.10 എന്നല്ലേ കിട്ടുക. അതിൽ ഇത്ര ഭാഗം സിങ്കിൻ്റെയാണ് അല്ലെങ്കിൽ ഇത്ര ഭാഗം കോപ്പറിൻ്റെയാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? സിംപിളി കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇത്രയൊക്കെയാണ് എന്ന് സാർക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ഓരോ ആളുകളുടെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന സെല്ലാണ് അല്ലെങ്കിൽ ഇലക്ട്രോഡാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇതാണ് ആ സാധനം, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഒരു ഹൈഡ്രജനെ നമുക്ക് ഒരിക്കലും ഇലക്ട്രോഡാക്കി മാറ്റാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ചെറിയൊരു ട്യൂബിനകത്ത് പ്ലാറ്റിനം റോഡ് ഇറക്കി വെച്ച് അതിന് ചുറ്റുമായിട്ട് ഹൈഡ്രജനെ 1 atm ഫില്ല് ചെയ്യും. കണ്ടോ, ഈ മഞ്ഞ ട്യൂബിനകത്ത് ഒരു പ്ലാറ്റിനം റോഡ് ഇറക്കി വെച്ചുകൊണ്ട് അതിനകത്ത് 1 atm പ്രഷറിൽ ഹൈഡ്രജൻ ഇങ്ങനെ ഫില്ല് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്ലാറ്റിനം റോഡിൻ്റെ ചെറിയ ചെറിയ പോഴ്സിൽ ആര് നിറഞ്ഞു കിടക്കും? ഹൈഡ്രജൻ നിറഞ്ഞു കിടക്കും. 1 atm പ്രഷറിൽ അങ്ങനെ എപ്പോഴും ഒരേ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യത്തക്ക രീതിയിൽ ഹൈഡ്രജൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ഹൈഡ്രജൻ ഇലക്ട്രോഡായിട്ട് മാറുകയാണ്. അതൊരു സൾഫ്യൂരിക് ആസിഡിലോ മറ്റോ മുക്കി വയ്ക്കുകയാണ്, ഹൈഡ്രജൻ്റെ സൊല്യൂഷനിൽ മുക്കി വയ്ക്കുകയാണ്. ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ആവാൻ കാരണം ഇവിടെ 1 atm പ്രഷറാണ്, 298 കെൽവിനാണ്, 1 മോളാർ കോൺസെൻട്രേഷൻ സൊല്യൂഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഏത് ഇലക്ട്രോഡിലാണോ കണക്ട് ചെയ്തിരിക്കും? ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് ഞാൻ ആരെ കണക്ട് ചെയ്തു? സിങ്ക് റോഡിനെ കണക്ട് ചെയ്തു. സിങ്ക് സൾഫേറ്റിൽ മുക്കി വെച്ചിരിക്കുന്ന ഈ റോഡിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് വോൾട്ട് മീറ്റർ റീഡിംഗ് കാണാൻ സാധിക്കുന്നത് 0.76 ആണ്. 0.76 വോൾട്ടേജ് ആണ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റുക? ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ പ്രത്യേകത എന്താണ്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നും എങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ 0 ആയിട്ടാണ് പരിഗണിക്കുന്നത്. നമ്മൾ ഏതൊരു ടെമ്പറേച്ചറിലും എങ്ങനെയാണെങ്കിലും ഏതൊരു കോൺസെൻട്രേഷനാണെങ്കിലും നമ്മൾ ഇതിനെ 0 ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഈ 0 വോൾട്ടേജിൽ മറ്റാരുമായിട്ട് കണക്ട് ചെയ്താലും അതൊക്കെ അവൻ്റെ വോൾട്ടേജ്. അതായത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? സിങ്കിനെ കണക്ട് ചെയ്യുകയാണ്. ഇവിടെ എനിക്ക് 0.76 എന്ന് കിട്ടി. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ വോൾട്ടേജ് എത്രയാണ്? 0 വോൾട്ടേജ് ആണ്. അതിനാൽ തന്നെ ഇവിടെ കിട്ടുന്ന 0.76 മുഴുവനായും ആരുടെ ആയിരിക്കും? സിങ്കിൻ്റെ ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണെന്ന് വിചാരിക്കുക. എന്നിൽ സിങ്ക് വന്ന് കണക്ട് ചെയ്യുകയാണ്. സിങ്ക് വന്ന് കണക്ട് ചെയ്യുമ്പോൾ ആ മുകളിൽ എത്ര കിട്ടി? 0.76 വോൾട്ടേജ് കിട്ടി. അപ്പോൾ ഞാൻ പറയുകയാണ്, സിങ്ക് നിന്റെ പൊട്ടൻഷ്യൽ, നിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0.76 ആണ്. പൊക്കോ. അതെ. ഇനി ആ സിങ്കിനെ മാറ്റി കോപ്പർ കൊണ്ടുവച്ചു. കോപ്പർ സൾഫേറ്റിൽ മുക്കി വെച്ചിരിക്കുന്ന ആ ഇലക്ട്രോഡിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്? എന്നുമായിട്ട് കണ്ടത്. അതായത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് കണ്ട് ചെയ്യണം. മുകളിൽ നോക്കുമ്പോൾ എത്രയായിരിക്കും വോൾട്ടേജ്? 0.34 വോൾട്ടേജ്. അപ്പോൾ ഞാൻ പറയുകയാണ്, കോപ്പറെ നിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0.34 ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് ആരെ കണക്ട് ചെയ്താലും അവിടെ കിട്ടുന്ന വോൾട്ടേജ് കംപ്ലീറ്റ് ആയിട്ടും അതത് മെറ്റലുകൾക്ക് സ്വന്തം. ഓരോ മെറ്റലുകളുടെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് വോൾട്ടേജ് ആണോ കിട്ടുന്നത് അത് ആ മെറ്റലിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. എന്താ അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഇലക്ട്രോഡിൻ്റെയും പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
ഒരു കേസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കിയാൽ സിങ്കും ഹൈഡ്രജനും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ് 0.76 ആണ്. അപ്പോൾ E0 സെൽ എന്ന് പറഞ്ഞാൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. കാഥോഡ് ആരാ ഇതിൽ? ഹൈഡ്രജനും സിങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് കാഥോഡ്? റിയാക്ടിവിറ്റി കുറഞ്ഞവനാണ് കാഥോഡ്. അതാരാണ്? ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ വോൾട്ടേജ് എത്രയാണ്? 0 ആണ്. E0 സെൽ എത്ര കിട്ടി? സെൽ പൊട്ടൻഷ്യൽ എത്ര കിട്ടി? 0.76 എന്ന് കിട്ടി അല്ലേ? 0.76 എന്ന് കിട്ടി. ഇനി അടുത്തത് മൈനസ് E0 ആനോഡ് പറഞ്ഞാൽ, ഈ ആനോഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ആനോഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് സിങ്ക് ആണ്. ആനോഡ് സിങ്ക് അല്ലേ? അപ്പോൾ ഈ Z നോക്കണേ, ഈ മൈനസ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ Z എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടും? -0.76 വോൾട്ട് എന്ന് കിട്ടും. ഇങ്ങനെയാണ് സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്. സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ്? -0.76. ഇതുപോലെ തന്നെ ഞാൻ കോപ്പറിനെ കണക്ട് ചെയ്യുകയാണെങ്കിലോ? ഇപ്പം എന്താ കളിക്കുന്നത്? ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് ഞാൻ കോപ്പറിനെ കണക്ട് ചെയ്യുകയാണ്. കോപ്പറിനെ കണക്ട് ചെയ്യുമ്പോൾ എനിക്കിവിടെ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0.34 വോൾട്ടേജ് ആണ്. 0.34 വോൾട്ടേജ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, ഇത് 0.34 വോൾട്ടേജ് ആണ് മൈനസ് ഈ കാഥോഡ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും കോപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കുറവുള്ളവനാണ് കോപ്പർ. അതിനാൽ തന്നെ കോപ്പർ റിയാക്ടിവിറ്റി കുറവായതുകൊണ്ട് കോപ്പർ കാഥോഡ് ആയിരിക്കും. അപ്പോൾ കാഥോഡ് എന്ന് പറയുന്നത് കോപ്പറാണ്. കോപ്പർ മൈനസ് ആനോഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. അവൻ്റെ പൊട്ടൻഷ്യൽ 0 ആണ്. സാർ അവൻ്റെ പൊട്ടൻഷ്യൽ 0 ആണെന്ന് ആര് പറഞ്ഞു? ഇവിടെ നമ്മൾ പറയുകയാണ് 0. അവൻ്റെ പൊട്ടൻഷ്യൽ 0 വരെ നമ്മൾ പറയുകയാണ്, നമ്മൾ കണക്കാക്കുകയാണ്, നമ്മൾ മനസ്സിലാക്കുകയാണ്. അവൻ്റെ പൊട്ടൻഷ്യൽ 0 ആണ് എങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവൻ്റെ പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ 0 ആക്കി പരിഗണിച്ചാൽ മറ്റുള്ളവരുടെയൊക്കെ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. റെഡി? 0. അങ്ങനെയാണെങ്കിൽ എന്തെന്ന് കിട്ടി? 0.34 വോൾട്ടേജ് ആണ് ഈ കോപ്പർ എന്ന് പറയും. റെഡി? E0 ആണ്. ഇങ്ങനെ ഓരോരുത്തരുടെയും സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലുകളാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെച്ചുകൊണ്ട് ഇത് കമ്പയർ ചെയ്യുന്നത്. ഇനി അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഒരു മാർക്കിന് ചോദിക്കാവുന്ന മറ്റൊരു കാര്യം, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതാനായിട്ട് പറയും. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വരുന്നതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ എഴുതുക എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, സിങ്ക് ഉണ്ട്. ആരെയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്? ആദ്യം ഡബിൾ സ്ലാഷ് വരച്ചു. ഡബിൾ സ്ലാഷ് വരയ്ക്കുന്നതിലൂടെ ഉദ്ദേശം സാൾട്ട് ബ്രിഡ്ജാണ്. സാൾട്ട് ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റിൽ ആനോഡ് ആയിരിക്കണം, റൈറ്റിൽ കാഥോഡ് ആയിരിക്കണം. ഞാൻ വരച്ചത് എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷെ ലെഫ്റ്റിൽ നമ്മൾ എഴുതേണ്ടത് ആനോഡും റൈറ്റിൽ എഴുതേണ്ടത് കാഥോഡുമാണ്. ഹൈഡ്രജനും സിങ്കും കൂടെ കണക്ക് ഇരിക്കുമ്പോൾ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതലെങ്കിൽ സിങ്ക് ആണ് ആനോഡ്. ആനോഡാണ് ആദ്യം എഴുതേണ്ടത്. സാർ അപ്പോൾ സിങ്ക് ഇപ്പുറത്തല്ലേ വരിക? കറക്റ്റ് തന്നെയാണ്. അതായത് ആനോഡ് ഇവിടെയും കാഥോഡ് അവിടെയാണ് വരിക. പിക്ചർ ഞാനിങ്ങനെ എടുത്തു. അതിപ്പോൾ എന്താ? സെൽ റെപ്രസെൻ്റ് എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഇവിടെ ആനോഡ് ഇത് പറഞ്ഞാൽ സിങ്ക് എഴുതണം. സിങ്കിന് സംഭവിക്കുന്ന എന്തായിരിക്കും? ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ പറഞ്ഞാൽ Zn എന്തായിട്ട് മാറി? Zn2+ ആയിട്ട് മാറി. ഇങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എഴുതാൻ ഈസി ആയിരിക്കും. ഇനി അടുത്തത് റിഡക്ഷൻ ആണ്. ഹൈഡ്രജൻ സംഭവിക്കുന്നതാണ് റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വാങ്ങുന്ന റിയാക്ഷൻ ആണ്. അതായത് H+ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? H2 ആയിട്ട് മാറുന്നു. H+ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് H2 ആയിട്ട് മാറുന്നു. H2 ഇത് മാത്രം എഴുതിയിട്ട് കാര്യമില്ല. കാരണം ഹൈഡ്രജൻ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, പ്ലാറ്റിനത്തിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് ഹൈഡ്രജൻ നിൽക്കുന്നത്. അതിനാൽ തന്നെ ഇവിടെ PT എന്ന് കൂടെ നിങ്ങൾ കൊടുക്കണം. H2 എന്ന് എഴുതിയ സ്ഥാനത്ത് PT എന്ന് കൊടുക്കണം. H+ൻ്റെ ഭാഗത്തല്ല, മറിച്ച് H2 എന്ന് എഴുതിയ ഭാഗത്ത് PT എന്ന് കൂടെ കൊടുക്കണം. ഇനി അതുപോലെ നമുക്ക് കോപ്പറിൻ്റെയും ഹൈഡ്രജൻ്റെയും കേസ് എഴുതാം. കോപ്പറിൻ്റെയും ഹൈഡ്രജൻ്റെയും കേസ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഡബിൾ സെലക്ഷൻ ആദ്യം വരച്ചു, അതായത് സാൾട്ട് ബ്രിഡ്ജ് വരച്ചു. ഇനി ലെഫ്റ്റിൽ ആരായിരിക്കണം? ആനോഡ് ആയിരിക്കണം, അഥവാ റിയാക്ടിവിറ്റി കൂടിയവരായിരിക്കണം. ഹൈഡ്രജനും കോപ്പറും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. ഹൈഡ്രജൻ റിയാക്ടിവിറ്റി കൂടുതലാണെങ്കിൽ ഓക്സിഡേഷൻ എങ്ങനെ സംഭവിക്കുക? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണ് ഓക്സിഡേഷൻ. അതിനാൽ തന്നെ H2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? H+ ആയിട്ട് മാറി. H2 എന്ന് പറയുന്നത് H+ ആയി മാറി. ഇത് കംപ്ലീറ്റ് ആയോ? ഇല്ല. ഹൈഡ്രജൻ്റെ കൂടെ ആര് വേണം? പ്ലാറ്റിനം വേണം. റെഡി? പ്ലാറ്റിനത്തിൻ്റെ സപ്പോർട്ട് കൂടെയാണ് ഹൈഡ്രജൻ നിൽക്കുന്നത്. കഴിഞ്ഞാൽ റെഡി? കഴിഞ്ഞു. ഇനി അപ്പുറത്ത് റൈറ്റ് സൈഡ് ആരാണ്? റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് കോപ്പറാണ്. കോപ്പറിന് സംഭവിക്കുന്നത് എന്താണ്? Cu2+ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? Cu ആയിട്ട് മാറി. Cu2+ എന്തായിട്ട് മാറി? Cu ആയിട്ട് മാറി. റെഡി? ഇങ്ങനെയാണ് സെൽ റെപ്രസെൻറ്റേഷൻ എഴുതേണ്ടത്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇനി അടുത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്, നേൺസ് ഇക്വേഷൻ. നേൺസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ഇവിടെയൊക്കെ നമ്മൾ പറയുന്നത് 1.10 വോൾട്ടേജ് ആണ് എന്നും, പിന്നെ ഇവിടെയുള്ള ഇവൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -0.76 + 0.34 എന്നൊക്കെ പറഞ്ഞല്ലോ.
ഇതെല്ലാം സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു. എന്താണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ? ഇത് 1 മോളാർ കോൺസെൻട്രേഷൻ ആയിരിക്കണം, പിന്നെ 298 കെൽവിനും 180 പ്രഷറും ഒക്കെ ആയിരിക്കണം. ഇവിടെയുള്ള കോൺസെൻട്രേഷൻ 1 മോളാർ അല്ല എങ്കിൽ, ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ അല്ല എങ്കിൽ ഈ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ മാറും. ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ മാറും, ഉറപ്പല്ലേ? ഉറപ്പായും ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ മാറും. അതായത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കോപ്പറിന്റെയും സിങ്കിന്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യലുകൾ എന്ത് ചെയ്യാണ്? മാറുകയാണ്. ഈ ഐപാഡ് കുറേ നേരം കളിക്കുന്നു. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്ന കാര്യം നേൺസ് ഇക്വേഷൻ എന്താണെന്നുള്ളത്. നേൺസ് ഇക്വേഷൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ മാറും? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയെന്ന് പറഞ്ഞു? -0.76 എന്ന് പറഞ്ഞു. ഇത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ്. അവിടെയുള്ള ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് 0.76 വോൾട്ടേജ് കിട്ടുക. അവിടെ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ അല്ല, മാറിയെങ്കിൽ ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും മാറും. ഒരു ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ മാറുന്നു എന്ന് പറഞ്ഞു തരുന്ന റെപ്രസെൻറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ആ ഇക്വേഷൻ ആണ് എന്ത്? നേൺസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. റെഡി? നേൺസ് ഇക്വേഷൻ gives the relationship between the electrode potential of the given electrode and the concentration of the electrolyte. ഒരു ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണ് അവിടെയുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മാറുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഇക്വേഷൻ ആണ് എന്ത്? നേൺസ് ഇക്വേഷൻ. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് നേൺസ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ ആണ് എഴുതി കൊടുക്കേണ്ടത്. അതിനോടൊപ്പം ഓരോ ടേമുകളും എന്തൊക്കെയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? ഇക്വേഷൻ നോക്കിക്കോ. E is equal to E0 minus RT by NF natural log concentration of M divided by concentration of Mn plus. നേൺസ് ഇക്വേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മൈനസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പലവിടെയും പ്ലസ് ഒക്കെ വരും. അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി തന്നെ അറിഞ്ഞിരിക്കണം. E is equal to E0 minus RT by NF natural log concentration of M divided by concentration of Mn plus. നൈസാണ്. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, E0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് പറയുന്നത്. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ, N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാർട്ടിസിപ്പേറ്റ് ആണ്. അത് എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെ വാങ്ങിച്ചു എന്നതാണ് N എന്ന് പറയുന്നത്. F ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആണ്. പഠിക്കേണ്ട ഒരുപാട് ഭാഗങ്ങളിലൊക്കെ വരുന്നുണ്ട്. 96500 കുളമ്പ് എന്നതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇത് നാച്ചുറൽ ലോഗ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് എം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ. അത് എപ്പോഴും നമ്മൾ ഈക്വൽ ടു 1 ആയിട്ടാണ് എടുക്കുക. അതിനാൽ തന്നെ ആ ഭാഗത്ത് നമുക്ക് 1 എന്ന് കൊടുത്താലും മതി. കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞത് കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈക്വൽ ടു 1 ആയിട്ടാണ് എടുക്കുക. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. E0 സെല്ല് അത് കോൺസ്റ്റന്റ് ആണ്, സ്റ്റാൻഡേർഡ് കണ്ടീഷനിലെ വാല്യൂ അല്ല. അത് ഒരിക്കലും മാറുന്നില്ല. 1.10 വോൾട്ട് എന്ന് പറഞ്ഞത് സെൽ പൊട്ടൻഷ്യൽ അത് മാറില്ല. 0.76 എന്ന് പറയുന്ന സിങ്കിൻ്റെ മാറില്ല. 0.34 എന്ന് പറയുന്ന കോപ്പറിൻ്റെ മാറില്ല. അതൊക്കെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ അത് കോൺസ്റ്റന്റുകളാണ്. ഈ E0 എന്ന് പറയുന്ന സാധനം ഒരിക്കലും മാറില്ല. അത് കോൺസ്റ്റന്റ് ആണ്. R കോൺസ്റ്റന്റ് ആണ്. T 298 കെൽവിൻ അത് ഫിക്സ്ഡ് ആണ്. F 96500 കോൺസ്റ്റന്റ് ആണ്. N ഒരു ഇലക്ട്രോഡിന് കോൺസ്റ്റന്റ് ആയിരിക്കും. സിങ്ക് ആണെങ്കിൽ 2 ആയിരിക്കും, കോപ്പർ ആണെങ്കിൽ 2 ആയിരിക്കും, മെഗ്നീഷ്യം ആണെങ്കിൽ 2 ആയിരിക്കും, അലുമിനിയം ആണെങ്കിൽ 3 ആയിരിക്കും, സിൽവർ ആണെങ്കിൽ 1 ആയിരിക്കും. എത്ര ഇലക്ട്രോണിന് വിട്ടുകൊടുത്തു വാങ്ങിച്ചു എന്ന് പറയുന്നത് ആ ഒരു ഇലക്ട്രോഡിന് കോൺസ്റ്റന്റ് ആണ്. അത് മാറുന്നില്ല. ദെൻ ഇത് 1 ആണ്. പിന്നെ ആര് മാത്രമാണ് മാറുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ്. ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാത്രമാണ് മാറും. ഈ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ മാറുന്നു എന്ന് പറഞ്ഞു തരുന്ന ഈ ഇക്വേഷനാണ് എന്ത്? നേൺസ് ഇക്വേഷൻ. ഓരോ ടേമും മനസ്സിലാക്കി വെക്കും. ഈ E0 കോപ്പർ, E0 സെഡൻ, E0 സിൽവർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇതൊന്നും ഒരിക്കലും മാറില്ല. E0 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് വാല്യൂസ് എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും മാറത്തില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന ഡെറിവേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തരാം. ഇവിടെ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ നേൺസ് ഇക്വേഷൻ അല്ല നമ്മൾ പ്രോബ്ലം ചെയ്യാനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇതിനെ കുറച്ചും കൂടെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ വേണ്ടാത്ത പല സാധനങ്ങളെയും വെട്ടിമാറ്റി ഈ വാല്യൂസൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടെ കുഞ്ഞാക്കി മാറ്റണം. അപ്പോൾ ഇവിടെയുള്ള ഈ ടേമിനെയൊക്കെ മാറി നമ്മൾ ഒരു കുഞ്ഞ് ഇക്വേഷൻ ആക്കി മാറ്റുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് നോക്കാം. അത് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന ഈ നേൺസ് ഇക്വേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത് എന്ന് നമ്മൾ നോക്കാം. ആദ്യം തന്നെ ഈ ഭാഗത്തിന് 1 എന്ന് കൊടുക്കുന്നു. ഇത് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ E is equal to E0 minus RT by NF natural log 1 by concentration of Mn plus.
റെഡി. നാച്ചുറൽ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് നാച്ചുറൽ ലോഗ് 1 കോൺസെൻട്രേഷൻ ഓഫ് ml എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്താൻ പോവുകയാണ്. അതായത് നാച്ചുറൽ ലോഗ് 1/x എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗ് x⁻⁻1 ആണ്. അഥവാ -1ന് നേരെ ഫ്രണ്ടിലോട്ട് ഇട്ടാൽ -1 നാച്ചുറൽ ലോഗ് x ആണ്. എന്താണ് നാച്ചുറൽ ലോഗ് 1/x എന്ന് പറഞ്ഞാൽ മൈനസ് നാച്ചുറൽ ലോഗ് x ആണ്. സിമ്പിൾ, മൈനസ് നാച്ചുറൽ ലോഗ് x ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇവിടെ മാറ്റം ഉണ്ടാക്കുകയാണ്. ഇതിവിടെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? E is equal to E0 മൈനസ് RT/NF. നാച്ചുറൽ ലോഗ് 1/x എന്ന് പറഞ്ഞാൽ മൈനസ് നാച്ചുറൽ ലോഗ് x ആണ്. അപ്പോൾ ഇൻറ്റു മൈനസ് നാച്ചുറൽ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് mn പ്ലസ്. 1 എന്ന് പറഞ്ഞ് കിടക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുകളിലോട്ട് ഇടുന്നത്. അപ്പോൾ ഒരു മൈനസ് ഫ്രണ്ടിലോട്ട് വരും. അത്രയേ ഉള്ളൂ. ഇവിടെ നോക്കണേ നിങ്ങൾ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്തായി, പ്ലസ് ആയിട്ട് മതി. അപ്പോൾ E is equal to, അങ്ങനെയാണ് നേൺസ് ഇക്വേഷൻ മൈനസിൽ നിന്ന് തുടങ്ങി പ്ലസിലോട്ട് മാറുന്നത്. ഇവിടെ നിന്നാണ് പ്ലസിലോട്ട് മാറുന്നത്. E0 പ്ലസ് RT/NF നാച്ചുറൽ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് mn പ്ലസ്. ഈ mn പ്ലസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്, കോൺസെൻട്രേഷൻ ഓഫ് Mg2 പ്ലസ്, കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ്. അതാണ് ഈ സാധനം. അതാണ് ഈ mn പ്ലസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു മാറ്റം വരുത്താം. എന്താണ്? ഈ നാച്ചുറൽ ലോഗ് എന്ന് പറയുന്നതിന് ലോഗാക്കി മാറ്റാം. നാച്ചുറൽ ലോഗിനെ ലോഗാക്കി മാറ്റാൻ എവിടെയൊക്കെ നാച്ചുറൽ ലോഗ് കാണുന്നു അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, 2.303 ലോഗ് എന്ന് എഴുതാം. നോക്കണേ എങ്ങനെയാണ്, എവിടെയൊക്കെ നാച്ചുറൽ ലോഗ് എന്ന് കാണുന്നു ആ ഭാഗത്തെല്ലാം 2.303 ലോഗ് എന്ന് ആക്കാം. അപ്പോൾ ഈ ഭാഗം ഇത് മാറ്റി എന്ത് ചെയ്യുന്നത്, 2.303 ലോഗ് എന്ന് എഴുതാനായിട്ട് പോവുകയാണ്. നോക്കണേ, E is equal to E0 പ്ലസ് RT/NF ഇൻറ്റു 2.303 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് mn പ്ലസ്. ലാസ്റ്റ് ഇക്വേഷൻ നമ്മൾ മാറാൻ പോവുകയാണ്. ഇതിനൊക്കെ നമ്മൾ മാക്സിമം എന്താക്കണം, ചെറുതാക്കണം. ആറിപ്പോൾ പറഞ്ഞ് വലുതാക്കിയിരിക്കുകയാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അങ്ങനെയല്ല കുഞ്ഞെ, നോക്കൂ. ആറിൻ്റെ വാല്യൂ 8.314, ടി എന്ന് പറയുന്ന ടെമ്പറേച്ചർ 298 കെൽവിൻ, 2.303 ഡിവൈഡഡ് ബൈ എഫ് 96500. 3 നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4ാമത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആരെയൊക്കെ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? R ഇൻറ്റു ടി ഇൻറ്റു 2.303. ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്തു? 96500 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈ 3 ആളുകളെയും മൾട്ടിപ്ലൈ ചെയ്ത് ഇവനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 0.0591 എന്ന നമ്പറാണ്. പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് mn പ്ലസ്. റെഡി? ഇതാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഇത്രയും ഭാഗത്തെ ചുരുക്കി നമ്മൾ എന്ത് ചെയ്യും, 0.0591 എന്ന് എഴുതും. E0 സെൽ എന്ന് പറഞ്ഞാൽ E0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0.0591 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അത് ഓരോ മെറ്റലുകൾക്കനുസരിച്ചും ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. തന്നെ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. റെഡി? ഇങ്ങനെ ചെറുതാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇക്വേഷൻ പ്ലസ്സിലാണ് കിടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. മൈനസ് വെച്ച് ചെയ്യാം, സീനില്ല. ഇവിടെ മൈനസ് എന്നാണ് എങ്കിൽ ഇവിടെ ലോഗ് ഓഫ് 1 കോൺസെൻട്രേഷൻ ഓഫ് mn പ്ലസ് എന്ന് വരും. അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണോ നിങ്ങൾ നോക്കുക. പലർക്ക് ബുക്കിലുള്ള ഇക്വേഷൻ ചിലപ്പോൾ ഇതിവിടെ മൈനസ് ആയിരിക്കും. മൈനസ് ആണ് എന്നുണ്ടെങ്കിൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് 1 കോൺസെൻട്രേഷൻ ഓഫ് mn പ്ലസ് എന്നായിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, പ്രോബ്ലത്തെ സമീപിക്കാം. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എഴുതി. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നിന്ന് നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് ഡാനിയൽ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യലാണ്. ഇത് 3 മാർക്കിൻ്റെ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അതുകൊണ്ടാണ് ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നത്. സെൽ പൊട്ടൻഷ്യൽ യൂസിങ് നേൺസ് ഇക്വേഷൻ. ഏത് സെൽ പൊട്ടൻഷ്യൽ? ഡാനിയൽ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. 3 മാർക്കിനാണ് കഴിഞ്ഞ ഏതോ വർഷം ചോദിച്ചിരിക്കുന്നത്. 3 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അത് നിങ്ങൾ എഴുതേണ്ടത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് നിങ്ങൾ ഇവിടെ മുതൽ എഴുതേണ്ടി വരും. ഇവിടെ മുതൽ ഇതെല്ലാം എഴുതിയിട്ട് പിന്നെ ഞാനിപ്പോൾ എഴുതാൻ പോകുന്ന കാര്യം കൂടെ എഴുതിയാലേ നിങ്ങൾക്ക് 3 മാർക്ക് തികയത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലാണ്. ഏത് ഇലക്ട്രോഡ്? കോപ്പറിൻ്റെയോ സിങ്കിൻ്റെയോ മെഗ്നീഷ്യൻ്റെയോ അങ്ങനെ ഏത് ഇലക്ട്രോഡിൻ്റെ വേണമെങ്കിലും പൊട്ടൻഷ്യൽ ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് കണ്ടുപിടിക്കും.
അപ്പോൾ നമുക്കിവിടെ ഡാനിയൽ സെല്ലിന് വേണ്ടത് ആരെയൊക്കെയാണ്? ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ സിങ്കും കോപ്പറുമാണ്. അതിൽ ആരാണ് ആനോഡ്, കാഥോഡ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൽ കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകൾ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് എഴുതാൻ പോവുകയാണ്. ഈ ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് തരാം. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷൻ എങ്ങനെ എഴുതുക എന്നുള്ളത് നിങ്ങളൊന്ന് പറയാൻ ശ്രമിച്ചേ. ഇതാണ് നേഴ്സ് ഇക്വേഷൻ. E is equal to E0 plus 0.01 divided by N natural log concentration of M plus. അതെങ്ങനെ എഴുതാം? കോപ്പറിൻ്റെ കേസിൽ എങ്ങനെ എഴുതാം? E0 കോപ്പർ അല്ലേ, E0 കോപ്പർ പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ N എന്ന് പറഞ്ഞാൽ എത്രയാണ് കോപ്പർ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് വാങ്ങുന്നതുമായിട്ടുള്ളത്? ഡാനിയൽ സെല്ലിൽ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക വാങ്ങുക ചെയ്യുക? 2 ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുക വാങ്ങുകയും ചെയ്യുക. അപ്പോൾ N എന്ന് പറഞ്ഞാൽ 2 ആണ്. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്. ഞാൻ എഴുതിയിരിക്കുന്നത് ശരിയല്ലേ? കോൺസെൻട്രേഷൻ Cu2 പ്ലസ്. കഴിഞ്ഞു. ഇനി അടുത്തത് സിങ്കിൻ്റെ കേസ് എഴുതാം. സിങ്കിൻ്റെ കേസ് ആണെങ്കിൽ ഇതേപോലെ തന്നെ E0 Zn പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ 2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ്. റെഡി? അപ്പോൾ 2 ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ എഴുതി കഴിഞ്ഞു. 2 ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എഴുതി കഴിഞ്ഞു. ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകളുടെ ഡിഫറൻസ് ആണല്ലോ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് ഈ സെല്ലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ സെൽ പൊട്ടൻഷ്യൽ, ഡാനിയൽ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ സെൽ എന്ന് പറഞ്ഞാൽ ആരെയൊക്കെ തമ്മിൽ മൈനസ് ചെയ്യണം? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, അല്ലെങ്കിൽ ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് എന്നൊക്കെ എഴുതാം. കാഥോഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കോപ്പറാണ്. ഈ കോപ്പർ മൈനസ് ഈ Zn. ഈ Zn എന്താണെന്നും ഈ കോപ്പർ എന്താണെന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മീൻസ് ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അവർ തമ്മിൽ മൈനസ് ചെയ്താൽ മതി. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം 1ൽ നിന്ന് 2 മൈനസ് ചെയ്യുക അല്ലേ? ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷനെ മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇവനിൽ നിന്ന് ഇവനെ മൈനസ് ചെയ്യാം. അതിനുശേഷം ഇവനിൽ നിന്ന് ഇവനെ മൈനസ് ചെയ്യാം. റെഡി? അപ്പോൾ ആദ്യം നമ്മൾ മൈനസ് ചെയ്യാൻ പോകുന്നത് ഇവനെയും ഇവനെയുമാണ്. E0 കോപ്പർ മൈനസ് E0 Zn. E0 കോപ്പർ മൈനസ് E0 Zn എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ മൈനസ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് ആണ്. ഇനി അടുത്തത് ആരെ തമ്മിൽ മൈനസ് ചെയ്യാൻ പോകുന്നു? ഇവനിൽ നിന്ന് ഇവനെ മൈനസ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. നോക്കണം നിങ്ങൾ, പ്ലസ് 0.0591 എന്നത് കോമൺ അല്ലേ? പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് കോമൺ അല്ലേ? അത് എഴുതാം. പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ 2 എന്നത് കോമൺ ആണ്. പിന്നെ ആരെ തമ്മിൽ മൈനസ് ചെയ്താൽ മതി? ലോഗ് Cu2 പ്ലസ് മൈനസ് ലോഗ് Zn2 പ്ലസ് ആണ്. ലോഗ് Cu2 പ്ലസ് മൈനസ് ലോഗ് Zn2 പ്ലസ്. റെഡി? അപ്പോൾ ഇവനിൽ നിന്ന് ഇവനെ മൈനസ് ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞു. ഇനി എന്താണ് E0 കോപ്പർ മൈനസ് E0 Zn എന്ന് പറഞ്ഞാൽ? അത് E0 സെല്ലല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞ E0 സെല്ലല്ലേ? അതെ. അപ്പോൾ E is equal to E0 സെൽ പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ 2 0.059 ഡിവൈഡഡ് ബൈ 2 ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആണ്. ലോഗ് എ ബൈ ബി ആണ്. Cu2 പ്ലസ് ഡിവൈഡഡ് ബൈ Zn2 പ്ലസ്. റെഡി? കഴിഞ്ഞു. ഇതാണ് ഈ സെൽ എന്ന് പറഞ്ഞാൽ. ഇതുവരെ എഴുതി നിർത്തുകയേ വേണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പലരും ഇപ്പോൾ പറയുന്ന കാര്യമാണ്, സാർ ഞാൻ എഴുതിയിരിക്കുന്ന എൻ്റെ നോട്ടിൽ ഇവിടെ മൈനസ് ആണ് സാർ, സ്കൂളിൽ പറഞ്ഞത് മൈനസ് ആണ് സാർ, ടെക്സ്റ്റിൽ മൈനസ് ആണ് സാർ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. E0 സെൽ പ്ലസ് 0.059 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ N ആണ്. ഇവിടെ N ആണ്. ലോഗ് Cu2 പ്ലസ് ബൈ Zn2 പ്ലസ് ആണ്. ഇതേ ഇക്വേഷൻ നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം. ഈ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ 2 അഥവാ N ലോഗ് ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? Cu2 പ്ലസ് ഡിവൈഡഡ് ബൈ Zn2 പ്ലസ്. അതിനെ നേരെ തിരിച്ചെഴുതണം. ഇവിടെ സൈന് മാറ്റിയാൽ നിങ്ങൾ ഇവനെ തിരിച്ചെഴുതണം. എങ്ങനെയാണ്? മുകളിൽ Zn2 പ്ലസും താഴെ Cu2 പ്ലസുമാണ്. ഇത് ഓർത്തിരിക്കണം, അറിഞ്ഞിരിക്കണം. റെഡി? എങ്ങനെ? പ്ലസ് ആണ് വരുന്നതെങ്കിൽ Cu2 പ്ലസ് ബൈ Zn2 പ്ലസ്, അതായത് കാഥോഡിക് പാർട്ട് ഡിവൈഡഡ് ബൈ ആനോഡിക് പാർട്ട്. മൈനസ് ആണ് വരുന്നെങ്കിൽ ആനോഡിക് പാർട്ട് ഡിവൈഡഡ് ബൈ കാഥോഡിക് പാർട്ട്. ഇങ്ങനെ തന്നെ ഓർത്ത് വെച്ചോളൂ.
ഇ നോട്ട് സെൽ പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ എൻ ലോഗ് പ്ലസ് ആണെങ്കിൽ കാഥോഡിക് പാർട്ട് ഡിവൈഡഡ് ബൈ ആനോഡിക് പാർട്ട്. ഇ നോട്ട് സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആണ് എന്നുണ്ടെങ്കിൽ ആനോഡിക് പാർട്ട് ഡിവൈഡഡ് ബൈ കാഥോഡിക് പാർട്ടാണ്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പ്രോബ്ലം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഒരു പ്രശ്നവുമില്ല. റെഡി? ഇതിലേത് ഇക്വേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. ഒരു തെറ്റും നിങ്ങൾക്ക് വരില്ല. മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. റെഡി? അപ്പോൾ ഡാനിയൽ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മുതൽ നിങ്ങൾ തുടങ്ങേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കുക. ഇത് ഫുള്ള് സെറ്റായി എന്ന് വിചാരിക്കുന്നു. അതിലോട്ട് കിടക്കുന്നുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫ്രം നേൺസ്റ്റ് ഇക്വേഷൻ. ഇപ്പോൾ എഴുതിയിരിക്കുന്ന നേൺസ്റ്റ് ഇക്വേഷനിൽ നിന്ന് അടുത്ത് നമ്മൾ ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെയാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ KC ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഡാനിയൽ സെല്ലിന്റെ കേസ് എടുക്കാം. ഡാനിയൽ സെല്ലിന്റെ ഓവറാൾ റിയാക്ഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Zn plus Cu2 plus gives Zn2 plus Cu എന്ന് പറയുന്ന ഡാനിയൽ സെല്ലിന്റെ ഈ സെൽ റിയാക്ഷനിൽ KC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? KC എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആണ്. ഇവിടെ പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്? Zn2 പ്ലസും Cu ആണ്. കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cu ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഏതൊക്കെയാണ്? Zn ഉം Cu2 പ്ലസും. കോൺസെൻട്രേഷൻ ഓഫ് Zn ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്. റെഡിയാണ്? അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കോൺസെൻട്രേഷൻ ഓഫ് Cu, കോൺസെൻട്രേഷൻ ഓഫ് Zn. കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ എന്ന് പറയുന്നത് 1 ആണ് എന്നുള്ളത്. ഇത് 1 ആണ്, ഇതും എന്താണ്? 1 ആണ്. അപ്പോൾ ഈ ഭാഗം നമ്മൾ എന്ത് എഴുതേണ്ടതില്ല, വെട്ടിപ്പോവുകയല്ല, മറിച്ച് എഴുതേണ്ടതില്ല. അത് 1 ആണ്, അതിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ KC ഈക്വൽ ടു എന്ന് എഴുതാം. KC എന്ന് പറഞ്ഞാൽ എഴുതാം കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Zn എന്ന് എഴുതാം. റെഡി? Zn അല്ല, Cu2 പ്ലസ് Cu2 പ്ലസ് എന്ന് എഴുതാം. അപ്പോൾ ഇവനും പോയി ബാക്കി ഇവർ രണ്ടുപേരെയാണ് നമ്മൾ എഴുതേണ്ടത്. അത് എഴുതി. കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് KC എന്ന് പറയുന്നത്. റെഡിയല്ലേ? ഇനി തൊട്ട് മുന്നേ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന സെൽ പൊട്ടൻഷ്യലിൻ്റെ ഒരു ഇക്വേഷൻ എടുക്കുന്നു. താഴത്ത് കിടക്കുന്ന മൈനസിൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതുന്നു. അപ്പോൾ രണ്ടാമത് കിടക്കുന്ന ഈ ഇക്വേഷൻ ഞാൻ അങ്ങോട്ടേക്ക് എഴുതുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കണേ, ഈ സെൽ ഇസ് ഈക്വൽ ടു ഇ നോട്ട് സെൽ മൈനസ് 0.0 ഡിവൈഡഡ് ബൈ എൻ. എന്നാണ് ജനറലി വരിക. ഇവിടെ ഡാനിയൽ സെൽ അതോടെ 2 ഉള്ളൂ. എൻ എന്ന് കോമൺ ആയിട്ട് ഞാനിപ്പോൾ ഇടാം. Zn2 പ്ലസ് ബൈ Cu2 പ്ലസ് എന്ന് പറഞ്ഞാൽ അതല്ലേ ഇതെന്ന് പറഞ്ഞാൽ എന്തായത്? KC അല്ലേ? Zn2 പ്ലസ് ഡിവൈഡ് ബൈ Cu2 പ്ലസ് എന്ന് പറഞ്ഞാൽ KC അല്ലേ? അപ്പോൾ ലോഗ് KC എന്ന് എനിക്ക് ഇവിടെ എഴുതാം. ലോഗ് KC എന്ന് എനിക്ക് എഴുതാം. E equal to E naught cell minus 0.059y divided by n. ജനറലി n ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ വലിപ്പിക്കണ്ട. n log KC. റെഡിയാണ്? ഇതാണ് ഈ സെൽ എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഇത് ഇക്വിലിബ്രിയത്തിൽ മാത്രമാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അപ്ലിക്കബിൾ ആയിരിക്കുക. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എവിടെ മാത്രമാണ് അപ്ലിക്കബിൾ ആയിരിക്കുക? ഇക്വിലിബ്രിയത്തിൽ മാത്രം. അപ്പോൾ അറ്റ് ഇക്വിലിബ്രിയം എന്താണ് ഇതിൽ മാറ്റം വരിക? എന്താ ഇത്? കുറച്ച് നേരമായി ഐപാഡ് കളിക്കുന്നു. അറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അതായത് ഇലക്ട്രോൺ ആനോഡിൽ നിന്നും കാഥോഡിലോട്ടോ കാഥോഡിൽ നിന്നും ആനോഡിലോട്ടോ പോകുന്നില്ല. ഇലക്ട്രോണിൻ്റെ ഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞാൽ വെളിയിൽ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. അഥവാ ഈ സെൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. ഈ സെൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. ഇക്വിലിബ്രിയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. അതിനാൽ തന്നെ വെളിയിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും മാറ്റം ഉണ്ടായിരിക്കുക? ഈ സെൽ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 ഈക്വൽ ടു ഇ നോട്ട് സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ എൻ ലോഗ് KC. അപ്പോൾ ഇവനെ നേരെ ഈ മൈനസ് ഉള്ള ഇവനെ നേരെ ഇപ്പുറത്തെടുക്കുക. ഈ നോട്ട് സെല്ലിനെ അവിടെ തന്നെ നിർത്തുക. അതായത് ഈ നോട്ട് സെല്ലിനെ അവിടെ തന്നെ നിർത്തുക.
മറ്റവൻ അപ്പർ സൈഡ് പോകുമ്പോൾ -1 പോസിറ്റീവ് ആയിട്ട് മാറും. അത് 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് കെ സി എന്നായിട്ട് പറയും. ഇങ്ങനെയാണ് നേൺസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത്. നേൺസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ പറയത്തേ ഇല്ല, എങ്കിലും അറിഞ്ഞിരിക്കുക ഇതാണ് ആ ഇക്വേഷൻ. കഴിഞ്ഞ വർഷങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നേൺസ്റ്റ് ഇക്വേഷനിൽ നിന്നും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഈ അടുത്തൊരു ഇക്വേഷൻ കൂടെ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നിന്ന് നമ്മൾ ഗിബ്സ് എനർജിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നു. ഗിബ്സ് എനർജി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആർ ജി ഫ്രീ എനർജിയാണ്. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു -NF E0 സെല്ലാണ്. -NF E0 സെല്ലാണ്. എന്താണ് E0 സെല്ല് എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എന്താണ് E0 സെല്ല് എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിറൈവ് ചെയ്തെടുത്താൽ മതി. -NF E0 സെൽ എന്ന് പറയുന്നതിൽ E0 സെല്ലിന് സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ആളെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ആൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. അതിന് മുൻപ് ഞാൻ ചെറിയ മാറ്റങ്ങൾ അവിടെ വരുത്താൻ പോകുന്നുണ്ട്. എങ്ങനെയാണ് മക്കളെ നമുക്ക് 0.0591 കിട്ടിയത്? E0 സെൽ ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് 0.0591 ഞാൻ അവിടെ എഴുതിയത്? ആദ്യം തന്നെ എഴുതി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 3 ആളുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഒരാളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടലായിട്ട് 4 നമ്പറുകൾ വെച്ചുകൊണ്ടാണ് നമുക്ക് 0.0591 കിട്ടിയത്. 4 നമ്പറുകൾ എങ്ങനെയൊക്കെയാണ്? 3 ആളുകളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരാളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ 3 ആളുകൾ ആരൊക്കെയാണ് സാർ? ആറും ടിയും, പിന്നെ അടിയിലൊരു എഫ് ഉണ്ട്, പിന്നെ ആരാണ് സാർ? പലരും അത് വിടുന്ന ഒരു ആളാണ് 2.303. അപ്പോൾ ഈ 3 ആളുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇയാളെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 0.0591 കിട്ടുക. പിന്നെ അപ്പുറത്ത് ലോഗ് കേസിയും കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു എന്നും കൂടി ഉണ്ട്. ഈ എൻ റെഡിയാണേ. ഈ 0.05 ഞാൻ ഗ്രീനിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗ്രീൻ കളറിലുള്ള നമ്പർ കിട്ടാൻ കാരണം ഇവന്മാരാണ്. റെഡി. ഇത് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈക്വൽ ടു -NF E0 സെൽ എന്ന് പറഞ്ഞാൽ എത്രയൊക്കെയാണ്? 6 × T × 2.303 ഡിവൈഡഡ് ബൈ N × F ലോഗ് കെ സി. ഇതാരൊക്കെ വെട്ടിപ്പോവും? NF വെട്ടിപ്പോയാൽ ബാക്കി ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു -2.303. ആദ്യം എഴുതാം 2.303 RT ലോഗ് കെ സി. ശരിയാണ്, കിട്ടിയേ. ഇത് നമ്മൾ +1 പഠിച്ചിട്ടുള്ള കാര്യമാണ്. +1 ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന 2 ചാപ്റ്ററും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ആ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഡെൽറ്റ ജി -2.303 RT ലോഗ് കെ സി എന്ന് പറയുന്നത്. റെഡിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ, ഇത്രയും ഇക്വേഷൻസ് നിങ്ങളൊന്ന് സെറ്റാക്കി വെച്ചിരിക്കണം. ഇത് കഴിഞ്ഞാൽ നമ്മൾ വേഗം കടക്കാൻ പോകുന്നത് കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ല് എന്ന് പറയുന്ന ഭാഗത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഇനി നമ്മൾ ഇലക്ട്രോലിറ്റിക് സെല്ലിലോട്ട് കടക്കാനായിട്ട് പോവുകയാണ്. അതിന് മുൻപ് ഇലക്ട്രോലൈറ്റ് എന്താണ് എന്നും അതിനകത്ത് കറണ്ട് കടത്തി വിട്ടാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ഒരു ബോട്ടിലിൽ സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ എടുക്കുക, ഉപ്പ് വെള്ളം എടുക്കുക. ഉപ്പ് വെള്ളത്തിൽ കറണ്ട് കടത്തി വിട്ടാൽ കറണ്ടിനെ കടത്തി വിടാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിൽ കറണ്ടിനെ കടത്തിവിടാനുള്ള കാരണം അതിനകത്തുണ്ടാകുന്ന അയണുകളാണ്. മാത്രമല്ല കുറേ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റിൽ കറണ്ടിനെ കടത്തിവിടുന്ന ഏതൊന്നും നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. ലിക്വിഡ് സ്റ്റേറ്റിൽ കറണ്ടിനെ കടത്തിവിടുന്ന ആ എല്ലാ ആളുകളും നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. ഈ ഇലക്ട്രോലൈറ്റ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഉണ്ട്, വീക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതായത് ഒരു ഇലക്ട്രോലൈറ്റിന്റെ മുഴുവൻ ആളുകളും അയണുകളായിട്ട് മാറുകയാണെങ്കിൽ അവിടെ അയണുകളുടെ എണ്ണം കൂടുതലായിരിക്കും. HCl മുഴുവൻ HClഉം H+കളും Cl- ആയിട്ട് മാറും. മുഴുവൻ ആളുകളും H+ഉം Cl- ആയിട്ട് മാറും. അതിനാൽ തന്നെ അവിടെ ഉണ്ടാകുന്ന അയണുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് അവിടെ കറണ്ട് നല്ലപോലെ കണ്ടക്ട് ചെയ്യും. നേരെ മറിച്ച് അസറ്റിക് ആസിഡ് എടുക്കുകയാണെങ്കിൽ CH3COOH എടുക്കുകയാണെങ്കിൽ അത് റിവേഴ്സിബിൾ റിയാക്ഷനാണ്. റിവേഴ്സിബിൾ റിയാക്ഷൻ ആയതുകൊണ്ട് കുറേ അയണൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ തിരിച്ച് പറയുന്നതുപോലെ അൺഅയണൈസ്ഡ് ആവും. അതായത് അവിടെ ഉണ്ടാകുന്ന അയണുകളുടെ എണ്ണം കുറവാണ്. അയണുകളുടെ എണ്ണം കുറവാണെങ്കിൽ കണ്ടക്ടൻസ് കുറവായിരിക്കും. അതിനെ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നാണ് പറയുക. ആസിഡും ബേസും അവർ ചേർന്നുണ്ടാകുന്ന സാൾട്ടുകളെല്ലാം തന്നെ എന്താണ്? ഇലക്ട്രോലൈറ്റുകളാണ്. ആ ഇലക്ട്രോലൈറ്റുകളുടെ കണ്ടക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. 2, അവരുടെ അയണിനെയും സോൾവേഷനെയും, അവരുടെ ലേയത്വത്തിനെയും അതിനോടൊപ്പം തന്നെ അയണുകളുടെ സൈസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്തത്, സോൾവെന്റിന്റെ നേച്ചറും അതിന്റെ വിസ്കോസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യും. ഏത് സോൾവെന്റിന്റെ? വെള്ളത്തിൽ ഉപ്പ് കലർത്തി എന്ന് പറഞ്ഞാൽ വെള്ളമാണ് അവിടുത്തെ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ സോൾവെന്റിന്റെ വിസ്കോസിറ്റിയും പിന്നെന്താണ് അതിന്റെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
പിന്നെ ഉറപ്പായും ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ കണ്ടക്ടൻസ് കുറവായിരിക്കും. കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ കണ്ടക്ടൻസ് കൂടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും. ലാസ്റ്റ് വൺ ടെമ്പറേച്ചർ അനുസരിച്ച് മാറും. ഇത്രയും പോയിന്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, കാണാതിരുന്ന് പഠിക്കണമെന്നില്ല, കുറഞ്ഞ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനി നമ്മളതിൻ്റെ വേരിയേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. കോൺസെൻട്രേഷൻ അനുസരിച്ച് കൊണ്ട് അതിൻ്റെ കണ്ടക്ടിവിറ്റി എങ്ങനെ മാറുന്നു, കോൺസെൻട്രേഷൻ അനുസരിച്ച് കൊണ്ട് ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടൻസ് എങ്ങനെയാണ് മാറുക. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുകയെന്ന് വിചാരിക്കുക. ഇപ്പോൾ അതിനകത്ത് വെള്ളമില്ല എങ്കിലും ആ ഒരു ബോട്ടലിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുകയെന്ന് വിചാരിക്കുക. അതിലോട്ട് 1 ടീസ്പൂൺ സോഡിയം ക്ലോറൈഡ് ചേർക്കുന്നു. അതിനകത്തുള്ള മുഴുവൻ NaClകളും Na+ഉം Cl- ആയിട്ട് മാറും. കാരണം അതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. മുഴുവൻ ആളുകളും Na+ഉം Cl- ആയിട്ട് മാറിയിരിക്കുക. അതിനകത്ത് ഞാൻ കറണ്ട് കടത്തി വിട്ടാൽ നല്ലപോലെ കറണ്ടിനെ കടത്തി വിടും. കാരണം എന്താ, അതിനകത്ത് ഒരുപാട് Na+കളും ഒരുപാട് Cl- ആ കുഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മാത്രമുണ്ട്. ഇനി ഞാൻ അതിലോട്ട് 1 ലിറ്റർ വെള്ളം ചേർത്ത് അതിനെ ഡൈല്യൂട്ട് ചെയ്യുകയാണ്. 1 ലിറ്റർ വെള്ളം ചേർത്തുകൊണ്ട് അതിനെ എങ്ങനെ ഡൈല്യൂട്ട് ചെയ്യുന്നു? ഇപ്പോൾ അതിൻ്റെ കണ്ടക്ടൻസ് എങ്ങനെയായിരിക്കും? നല്ല പോലെ കണ്ടക്ടിവിറ്റി കൂടിയിട്ടുണ്ടായിരിക്കുമോ? കറണ്ടിനെ നല്ലപോലെ കടത്തി വിടുമോ, അല്ല കുറച്ചേ കടത്തി വിടുള്ളൂ? ഇപ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. അതെങ്ങനെയാണ് സാർ കുറയുക? നേരത്തെ ഉണ്ടായിരുന്ന NaClലും ഇപ്പോഴുണ്ടായിരുന്ന NaClലും ഒരേ അളവ് തന്നെയല്ലേ? NaClനകത്തുള്ള Na+കളും Cl- അല്ലേ അവിടുത്തെ കണ്ടക്ടിവിറ്റിയെ തീരുമാനിക്കുന്നത്, അതിൻ്റെ അളവിനെ തീരുമാനിക്കുന്നത്. അതിനകത്തുള്ള Na+ഉം Cl- കുറയുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കണ്ടക്ടിവിറ്റി കുറയുക എന്നൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. മനസ്സിലാക്കുക, നേരത്തെ ഉണ്ടായിരുന്ന 1000 Na+ഉം 1000 Cl- ഒരു എക്സാമ്പിളാണ്. നേരത്തെ ഒരു 1000 Na+ഉം 1000 Cl- ഉണ്ടെങ്കിൽ അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ ചെറിയൊരു വോള്യത്തിലാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു ചെറിയൊരു വോള്യത്തിൽ ഇവരെല്ലാവരും കൂടെ തിങ്ങി നിൽക്കുകയാണ്. അതിനാൽ തന്നെ കറണ്ട് കടത്തി വിട്ടാൽ പും എന്ന് പറഞ്ഞ കറണ്ട് നല്ലപോലെ കറന്നു. ഇപ്പോൾ 1 ലിറ്റർ വെള്ളം ചേർത്തപ്പോൾ ഈ 1000 Na+കളും 1000 Cl- ആ ഒരു കുപ്പി ഫുള്ളായിട്ട് അവിടെയായിട്ട് സ്പ്രെഡായി. വോള്യം കൂടി, സൊല്യൂഷൻ്റെ വോള്യം കൂടിയപ്പോൾ ഈ Na+ഉം Cl- ഓരോ ഭാഗത്താണ് മാറി നിൽക്കുന്നത്. ഇപ്പോൾ കറണ്ട് കടത്തി വിട്ടെന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വോള്യത്തിലുള്ള അയണുകളുടെ എണ്ണം കുറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന അതേ അയണുകൾ തന്നെയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഒരു യൂണിറ്റ് വോള്യം എടുക്കുകയാണെങ്കിൽ ആ ഒരു യൂണിറ്റ് വോള്യത്തിൽ ഉണ്ടായിരുന്ന അയണുകളുടെ എണ്ണം കുറവാണ്. നേരത്തെ 1 ഗ്ലാസ് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു യൂണിറ്റ് വോള്യം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് Na+ഉം ഒരുപാട് Cl- തിങ്ങി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ 1 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ഒരു യൂണിറ്റ് വോള്യത്തിൽ ഉണ്ടാകുന്ന അയണുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി കുറയുന്നത്. അപ്പോൾ ഡൈല്യൂട്ട് ചെയ്താൽ കോൺസെൻട്രേഷൻ കുറയും, കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ കണ്ടക്ടിവിറ്റി കുറയും. കറക്റ്റാണോ പറഞ്ഞത്? ഓൺ ഡൈല്യൂഷൻ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതിൻ്റെ ഫലമായിട്ട് കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. കണ്ടക്ടിവിറ്റി കാപ്പ എന്നാണ് പറയുക. കണ്ടക്ടിവിറ്റി കാപ്പ കുറയും. കണ്ടക്ടിവിറ്റി കാപ്പ കുറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി എന്ത് മാറ്റം എന്ന് പറഞ്ഞാൽ, മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ λm ആണ്. λm എന്ന് പറഞ്ഞാൽ കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. അത്രയേ ഉള്ളൂ. കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ മൊളാരിറ്റി ഇൻറ്റു 1000. അതാണ് സാധനം. കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. സർ, ഡൈല്യൂട്ട് ചെയ്താൽ കോൺസെൻട്രേഷൻ കുറയുകയല്ലേ? കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ കണ്ടക്ടിവിറ്റി കുറയില്ലേ? അപ്പോൾ കണ്ടക്ടിവിറ്റി ഇവിടെ കുറയുകയാണെങ്കിൽ λm കുറയില്ലേ? അല്ലേ? കണ്ടക്ടിവിറ്റി കുറയുകയാണ്. കണ്ടക്ടിവിറ്റിയും λm ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ കണ്ടക്ടിവിറ്റി കുറയുകയാണെങ്കിൽ λm എന്ത് ചെയ്യണം? കുറയണം. λm കുറയണം എന്നാണ് നിങ്ങൾ പറയുന്നത്, ചിന്തിക്കുന്നത് എങ്കിൽ അത് തെറ്റാണ്. λm എന്ത് ചെയ്യുകയല്ല, കുറയുകയല്ല, മറിച്ച് കൂടുകയാണ്. അതെങ്ങനെയാണ് സാർ കൂടുന്നത്? കാപ്പ കുറയുകയല്ലേ, അപ്പോൾ λm കുറയണ്ടേ? അല്ലേ? നായിക വെള്ളത്തിലോട്ട് ചാടുമ്പോൾ ക്യാമറയും കൂടെ വെള്ളത്തിലോട്ട് ചാടണ്ടേ? അങ്ങനെയല്ല. ഇവിടെ മൊളാരിറ്റി എന്ന് പറയുന്ന, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരാൾ ഇവിടെ വിലസുന്നുണ്ട്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ആണ്. നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ കൂടുതൽ വെള്ളം ചേർക്കുകയാണ്, അല്ലെങ്കിൽ സോൾവെന്റ് ചേർക്കുകയാണ്. കൂടുതൽ സോൾവെന്റ് ചേർത്താൽ സൊല്യൂഷന്റെ വോള്യം കൂടും. എങ്ങനെ? സൊല്യൂഷന്റെ വോള്യം കൂടും. സൊല്യൂഷന്റെ വോള്യം കൂടിയാൽ മൊളാരിറ്റി കുറയും, അഥവാ കോൺസെൻട്രേഷൻ കുറയും. മൊളാരിറ്റി കുറഞ്ഞു. ഇവിടെ മൊളാരിറ്റിയും λm ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഇവിടെ മൊളാരിറ്റി കുറഞ്ഞാൽ λm എന്ത് ചെയ്യും? കൂടും. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. വോള്യം കൂടിയാൽ മൊളാരിറ്റി കുറയും, മൊളാരിറ്റി കുറഞ്ഞാൽ λm കൂടും.
ഓക്കെ, റെഡി 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 റെഡി. മനസ്സിലായോ? അപ്പോൾ സാർ നമ്മൾ വീണ്ടും വീണ്ടും നല്ല പോലെ തന്നെ സോൾവെന്റ് ചേർത്തുകൊണ്ടേയിരുന്നാൽ വോള്യം കൂടി വന്ന് മൊളാരിറ്റി കുറഞ്ഞു വന്നാൽ ലാംഡ എം കൂടി വരുമോ? അതെങ്ങനെയാണ് സാർ ഡൈല്യൂട്ട് ചെയ്താൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നത്? ഈ ഇക്വേഷൻ അനുസരിച്ചുകൊണ്ട് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ കൂടുന്നത് മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരാവുന്നത് സാർ നമ്മൾ കൂടുതൽ സോൾവെന്റ് ചേർത്താൽ ഉപ്പ് വെള്ളത്തിൽ വെള്ളം വീണ്ടും ചേർത്ത് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്താൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടി വരുമോ സാർ? അതെ, മോളാർ കണ്ടക്ടിവിറ്റി വല്ലാതെ കൂടും. മോളാർ കണ്ടക്ടിവിറ്റി കൂടി വരികയാണ് ചെയ്യുക. നമ്മൾ കൂടുതൽ സോൾവെന്റ് ചേർത്ത് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ നടത്തുന്നു വിചാരിക്കുക. മാക്സിമം അങ്ങോട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒരുപാട് വെള്ളം അങ്ങോട്ട് ചേർത്തു എന്ന് വിചാരിക്കുക. ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ ലാംഡ എമ്മിന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. അതിനെയാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ്. ഡൈല്യൂട്ട് ചെയ്യ മോളാർ കണ്ടക്ടിവിറ്റി കൂടിക്കൊണ്ടേ വരും. ഓൺ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ മോളാർ കണ്ടക്ടിവിറ്റി ഈസ് മാക്സിമം, കാൾഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അഥവാ ലാംഡ എം നോട്ട് ഇൻഫിനിറ്റി. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ലാംഡ എം നോട്ട് എന്ന് പറഞ്ഞാൽ ലാംഡ എം ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെയും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെയും ലാംഡ എം നോട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെയും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഏതാണ്? ഡി-ബൈ-ഹക്കിൾ-ഓൺസാഗ ഇക്വേഷൻ വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. ഡി-ബൈ-ഹക്കിൾ-ഓൺസാഗ ഇക്വേഷൻ വെച്ചുകൊണ്ട് ലാംഡ എം സി എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എനി കോൺസെൻട്രേഷൻ. ലാംഡ എം നോട്ട് എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ അഥവാ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. എ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. റൂട്ട് സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഞാൻ പറഞ്ഞേക്കാം, എം സിയിൽ ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കും. y = mx + c. ഇത് കണ്ടുകൊണ്ട് പറയുക y ആക്സിസിലും x ആക്സിസിലൊക്കെ ആരെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. എക്സ് ആക്സിലും y ആക്സിലേക്ക് ആരെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്ന് നിങ്ങളൊന്ന് പറയുക. y ആക്സിസിൽ ഉറപ്പായും ലാംഡ എം സി ആയിരിക്കും അല്ലേ? y ആക്സിസിൽ ലാംഡ എം സിയെ മാർക്ക് ചെയ്യുക. എക്സ് ആക്സിൽ ആരെയാണ് മാർക്ക് ചെയ്യുക? റൂട്ട് സി. കോൺസെൻട്രേഷൻ അനുസരിച്ച് എങ്ങനെ മാറുന്നതല്ലേ? റൂട്ട് സി. അപ്പം ലെഫ്റ്റിൽ വരുമ്പോൾ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരികയാണ്, റൈറ്റിലോട്ട് പോകുമ്പോൾ കോൺസെൻട്രേഷൻ കൂടി വരികയാണ്. അത് ഓർമ്മയിലിരിക്കട്ടെ. സ്ട്രെയിറ്റ് ലൈൻ ആണ് വരിക. സ്ട്രെയിറ്റ് ലൈൻ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഞാൻ വരയ്ക്കേണ്ടത്? എക്സ് ആക്സിന് പാരലൽ ആയിട്ടോ, അല്ല y ആക്സിന് പാരലൽ ആയിട്ടോ, അല്ല ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ മുകളിലോട്ടോ, അല്ല ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ താഴത്തോട്ടോ, എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് എ ആണ് അല്ലേ? ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എ ആണ്. സ്ലോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് വരയ്ക്കുമ്പോൾ ഡൗൺവേർഡ് ആയിരിക്കണം ഗ്രാഫ് ഉണ്ടായിരിക്കേണ്ടത്. ആണോ? ഡൗൺവേർഡ് ആയിരിക്കണം ഗ്രാഫ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഗ്രാഫ് ഉണ്ടായിരിക്കുക. നോക്കണേ, കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ലാംഡ എം സി എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. പിന്നെ കോൺസെൻട്രേഷൻ കുറഞ്ഞ് സീറോ ആയാലോ? സീറോ എന്ന കോൺസെൻട്രേഷൻ നമുക്ക് അളക്കാനായിട്ട് സാധിക്കത്തില്ല, മറിച്ച് ഈ ഗ്രാഫ് വഴി ബാക്കിലോട്ട് നീട്ടി വരാം. കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറഞ്ഞ് വന്ന് സീറോ ആവുകയാണെങ്കിൽ ലാംഡ എം സി കൂടി എവിടെ പോയി ടച്ച് ചെയ്യുമെന്ന് ഈ ഗ്രാഫിൽ നിന്ന് എക്സ്ട്രാപോളേഷൻ വഴി നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. ഗ്രാഫ് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിലോട്ട് നീട്ടി വരച്ച് നമുക്കത് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ബാക്കിലോട്ട് നീട്ടി വരച്ചിട്ട് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ എം നോട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതാണ് ലാംഡ എം നോട്ട്. ആരുടെ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ നോട്ട് ഇങ്ങനെ വരയ്ക്കുക. സാർ അങ്ങനെയാണെങ്കിൽ വീക്ക് ഇലക്ട്രോലിനെ വരയ്ക്കാമല്ലോ സാർ? പറ്റില്ല മോനെ, പറ്റില്ല. സ്ട്രോങ് ഇലക്ട്രോണിന്റെ ഗ്രാഫ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീക്ക് ഇലക്ട്രോണിന്റെ ഗ്രാഫ് ഇതാ വരുന്നത് ഇങ്ങനെയാണ്. അയ്യോ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവനെ പിറകിലോട്ട് നീ നീട്ടി വരച്ചാൽ ഇവനെ എവിടെ പോയി ടച്ച് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഗ്രാഫ് കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച്
ഇത് മുകളിലോട്ട് പോയി എവിടെ പോയി ടച്ച് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനാൽ തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫ് കണ്ട് ഏതാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഏതാണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നൊക്കെ ചോദിക്കും. ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ തന്നെ പറയുന്നു. ഇങ്ങനെ തന്നുകൊണ്ട് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെയും വീക്ക് ഇലക്ട്രോലൈറ്റിനെയും ഗ്രാഫ് തന്നുകൊണ്ട് ഇതിൽ ഏതാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഡി-ബൈ-ഹക്കിൾസ്-ഒൺസാഗസ് ഇക്വേഷൻ വഴി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാം. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്ട്രോങ്ങിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റും, വീക്കിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ വീക്കിൻ്റെ കണ്ടുപിടിക്കാൻ എന്താണ് സാർ വഴി? വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ മാത്രമല്ല ഏതൊരാളുടെയും ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു പരിപാടിയാണ് എന്ത്, കോൾഡ്-റാറ്റ്സ് ലോ. കോൾഡ്-റാറ്റ്സ് ലോൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ കണ്ടുപിടിക്കാനുള്ളത് ഡി-ബൈ-ഹക്കിൾസ്-ഒൺസാഗസ് ഇക്വേഷൻ ആണെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റിനെ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, കോൾഡ്-റാറ്റ്സ് ലോ ആണ്. അദ്ദേഹത്തിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾ നോക്കി വെച്ചോണേ. കോൾഡ്-റാറ്റ്സ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. Limit molar conductivity of an electrolyte can be represented as the sum of limit molar ionic conductivities of cation and anion. ഒരു ഇതിപ്പോൾ സ്ട്രോങ് ആയിക്കോട്ടെ വീക്ക് ആയിക്കോട്ടെ പ്രത്യേകം പറയണമല്ലോ. കോൾഡ്-റാറ്റ്സ് ലോ പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയാലും ശരി വീക്ക് ഇലക്ട്രോലൈറ്റ് ആയാലും ശരി ഏതൊരു ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും അവരുടെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റിയെ എങ്ങനെ എഴുതാം, അവരുടെ അയണുകളുടെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മാക്കി എഴുതാം. കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, ശ്രദ്ധിക്ക്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl, ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl എന്ന് പറയുന്നതിന് ഇപ്പോൾ NaCl ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റിയെ എങ്ങനെ എഴുതാമത്രേ. ഇതിനകത്തുള്ള അയണുകൾ ഏതൊക്കെയാണ്, Na+ഉം Cl-ഉം. അപ്പോൾ Na+ൻ്റെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റിയും ഇതിനെ പറയുന്നത് ലിമിറ്റ് മോളാർ അയണിക് കണ്ടക്ടിവിറ്റി ഓഫ് Na+ എന്നാണ്. അതേപോലെ തന്നെ ലിമിറ്റ് മോളാർ അയണിക് കണ്ടക്ടിവിറ്റി Cl-ൻ്റെയും സമ്മാക്കി എഴുതാം. Na+ൻ്റെ ലാംഡ എം നോട്ടും Cl-ൻ്റെ ലാംഡ എം നോട്ടിനെ സമ്മാക്കി എഴുതാമെന്നാണ് പറയുന്നത്. സാർ ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അല്ലേ, സാറ് പറയുന്നത് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ അല്ലേ? എടാ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെയും വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും ലാംഡ എം നോട്ട് ഇങ്ങനെ എഴുതാം. ഇനി ഇതാണ് കോൾഡ്-റാറ്റ്സ് ലോ പറയുന്നത്. കോൾഡ്-റാറ്റ്സ് ലോൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് എന്ത്, വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ എം നോട്ട് കണ്ടുപിടിക്കാമെന്നുള്ളത്. കോൾഡ്-റാറ്റ്സ് ലോ ഉപയോഗിച്ചുകൊണ്ട് ലാംഡ എം നോട്ട് വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കാം. അത് പറഞ്ഞിട്ട് വീക്ക് ഇലക്ട്രോലൈറ്റിനെ മാത്രമേ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ എന്നല്ല, ഏതൊരു ഇലക്ട്രോലൈറ്റിനെ വേണമെങ്കിലും എഴുതാം. അത് ഉപയോഗിച്ചു കൊണ്ട് വീക്ക് ഇലക്ട്രോലൈറ്റിനെ കണ്ടുപിടിക്കുന്നു. മറ്റൊരു എക്സാമ്പിൾ കൂടെ തരാം. ലാംഡ എം നോട്ട് CaCl2. ലാംഡ എം നോട്ട് CaCl2 എങ്ങനെ എഴുതാം? ഇവിടെ ആരൊക്കെയാണ് അയണുകൾ എന്ന് പറയുന്നത്? Ca2+ ഉണ്ട്, Cl- രണ്ടെണ്ണമുണ്ട്, Cl- ശരിയല്ലേ? അപ്പോൾ ഇതെങ്ങനെ എഴുതാം? ലാംഡ എം നോട്ട് Ca2+ പ്ലസ് ലാംഡ എം നോട്ട് Cl- പ്ലസ് ലാംഡ എം നോട്ട് Cl- അല്ലേ? ഇവിടെ 2 ലാംഡ എം നോട്ട് Cl- ഇല്ലേ? അതിനാൽ തന്നെ എന്ത് ചെയ്യാം, 2 ഇൻറ്റു ലാംഡ എം നോട്ട് Cl- എഴുതാം. ഇവനെ മായ്ച്ച് കളയാം. റെഡി? ഇങ്ങനെ എഴുതാം. ഇങ്ങനെ ഓരോരുത്തരെയും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അയണുകളുടെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി സമ്മാക്കി എഴുതാം. ഇവൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാംഡ എം നോട്ട് വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ എം നോട്ട് കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. എങ്ങനെയാണെന്നുള്ളത് ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് CH3COOH എന്ന് പറയുന്ന അസറ്റിക് ആസിഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഈ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ എം നോട്ട് കണ്ടുപിടിക്കണം. എന്താണ് വഴി? ഡി-ബൈ-ഹക്കിൾസ്-ഒൺസാഗസ് ഇക്വേഷൻ വഴി CH3COOK എന്ന് പറയുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ എം നോട്ട് നമുക്ക് അറിയാം. ഇത് എത്രയെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇനി അതേപോലെ ലാംഡ എം നോട്ട് HCl, അതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്, അതും എക്സാമിന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇനി അതിനോടൊപ്പം തന്നെ ലാംഡ എം നോട്ട് KCl എന്നും, അത് KCl സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് തന്നിട്ടുണ്ടായിരിക്കും. ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ എല്ലാം തന്നെ ലാംഡ എം നോട്ട് നമുക്ക് അറിയാം. ഈ ലാംഡ എം നോട്ട് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വെച്ചുകൊണ്ടാണ് ഈ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ എം നോട്ട് കണ്ടുപിടിക്കുന്നത്. എന്തുപയോഗിച്ചുകൊണ്ട്? കോൾഡ്-റാറ്റ്സ് ലോ ഉപയോഗിച്ചുകൊണ്ട്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലാംഡ എം നോട്ട് CH3COOH എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനകത്തുള്ള 2 അയണുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞേ? CH3COO- H+. ഏതൊക്കെയാണ്? CH3COO- H+. അപ്പോൾ CH3COO- വരുന്ന
ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് പറഞ്ഞേ, മുകളിൽ നിന്നുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞേ, അത് CH3COO ആണ് അല്ലേ? അപ്പോൾ ലാംഡ എം നോട്ട് CH3COOK ഇതിൻ്റെ വാല്യൂ നമുക്ക് അറിയാം, അത് നമ്മൾ ഇട്ട് കൊടുക്കും പിന്നീട്. അതിനോടൊപ്പം പ്ലസ് ഇനി നമുക്ക് വേണ്ടത് ഏതാണ്? H+ ആണ് വേണ്ടത്. CH3COO മൈനസ് കിട്ടി, പിന്നെ ആരെ വേണം? H+ വേണം. ഇതിൽ ആരാണ് H+ ഉള്ളത്? അതാ രണ്ടാമത്തെ ലാംഡ എം നോട്ട് HCl H+ ഉണ്ടല്ലോ. അപ്പോൾ ലാംഡ എം നോട്ട് HCl ഇത് രണ്ടെണ്ണമാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, സാർ നമുക്കിവിടെ CH3COO മൈനസും H+ മാത്രം പോരെ? സാർ എഴുതിയിരിക്കുന്നതിൽ K+ എക്സ്ട്രാ വന്നിട്ടുണ്ട്, Cl മൈനസും എക്സ്ട്രാ വന്നിട്ടുണ്ട്. നമുക്കിതിൽ CH3COO മൈനസും H+ മാത്രം പോരെ? ഇതിനകത്തുള്ള കെയും, അതായത് നിങ്ങൾ പറയുകയാണ് ഇതാ ഇതിനകത്തുള്ള K+ ഇതിനകത്തുള്ള Cl മൈനസും എക്സ്ട്രാ ആണ്. ആരൊക്കെയാണ് എക്സ്ട്രാ ഉള്ളത്? കെയും Cലും എക്സ്ട്രാ ആണ്. എങ്കിൽ ലാംഡ എം നോട്ട് KCl മൈനസ് ചെയ്ത് കളഞ്ഞാൽ പോരെ? ലാംഡ എം നോട്ട് KCl എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് കളയുക. നമുക്ക് ആവശ്യമുള്ള രണ്ടാളുകളെ തമ്മിൽ ആഡ് ചെയ്യുക, ആവശ്യമില്ലാത്ത ആളെ മൈനസ് ചെയ്ത് കളയുക. അതാണ് കോൾഡ്-റാഡ്സ് ലോ വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റേ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, ഇവൻ്റെ വാല്യൂം ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ ഈ നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് ഈ നമ്പറും മൈനസ് ചെയ്താൽ മാത്രം മതി. ക്ലിയർ? കാൽക്കുലേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനും കോൾഡ്-റാഡ്സ് ലോ ഉപയോഗിച്ചുകൊണ്ട് പറ്റും. കോൾഡ്-റാഡ്സ് ലോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ എം നോട്ട് കണ്ടുപിടിച്ചു. ആ ലാംഡ എം നോട്ട് അടിയിൽ എഴുതുക, ലാംഡ MC മുകളിൽ എഴുതുക. അതായത് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എനി കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി. ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ആൽഫ കിട്ടും, അഥവാ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കിട്ടും. ഇതിന്റെ പ്രോബ്ലം ഒക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. കാൽക്കുലേഷൻ ഓഫ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് അഥവാ K എന്ന് പറയുന്നത്. ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ നൈസാണ്. C∝² ഡിവൈഡ് 1 മൈനസ് ആൽഫ. C എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ ഇൻറ്റു α² ഡിവൈഡ് 1 മൈനസ് ആൽഫ. ഇത് നമ്മൾ +1 പഠിച്ചിട്ടുള്ള ഇക്വേഷനുകളാണ്. അപ്പോൾ ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും കണ്ടുപിടിക്കാവുന്നതാണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വെച്ചുകൊണ്ട് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാവുന്നതാണ്, അഥവാ K നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ ഏകദേശം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത് പറയാനുള്ളത് ഫാരഡേസ് ലോയിലോട്ട് കടക്കുകയാണ്. ഫാരഡേസ് ലോട്ട് കടക്കുന്ന മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇലക്ട്രോളിസിസ് ആൻഡ് ഫാരഡേസ് ലോ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. NaCl, മോൾട്ടൺ NaCl കറണ്ട് കടത്തി വിട്ടാൽ എന്താണ് സംഭവിക്കുക? മോൾട്ടൺ NaCl കറണ്ട് കടത്തി വിടുക, ഇതാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെല്ലുകൾ കേട്ടോ. ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോലൈറ്റ് എടുക്കുന്നു, 2 ഇലക്ട്രോഡ് മുക്കി വെക്കുന്നു, ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് കൊടുക്കുകയാണ്. ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇതിനകത്തുള്ള NaCl മാത്രമാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. ഇതിനകത്തോട്ട് കറണ്ട് കടത്തിവിട്ടത് ഇതിനകത്തുള്ള NaClകളൊക്കെ എന്തായിട്ട് മാറും? Na+കളും Cl- ആയിട്ട് മാറും. അതാണ് ഫസ്റ്റ് റിയാക്ഷൻ. NaClന് എന്ത് സംഭവിക്കുന്നു? NaClകളെല്ലാം തന്നെ Na+കളും Cl- ആയിട്ട് മാറി. NaClകളെല്ലാം തന്നെ Na+കളും Cl- മാറി. ഇനി ഇതിനകത്ത് ഇപ്പോൾ കുറേ Na+കളാണ് ഉണ്ടായിരിക്കുക, പിന്നെ കുറേ Cl- ഉണ്ടായിരിക്കുക. ഇതിനകത്ത് കുറേ Na+കളും കുറേ Cl- ഉണ്ടായിരിക്കും. ഇവരൊക്കെ എങ്ങോട്ട് പോകും? അവിടെ പോയിട്ട് ഇവർ എന്താണ് ചെയ്യുക എന്നതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യം. നോക്കണേ നിങ്ങൾ, ഇതിനകത്തുള്ള Na+, Cl-. ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ റോഡിലാണ്. അതിനാൽ തന്നെ ഇവിടെ മുഴുവനായിട്ട് പോസിറ്റീവ് എന്നാണ് ഉണ്ടായിരിക്കുക. ഇവിടെ മുഴുവനായിട്ട് എന്തായിരിക്കും? പോസിറ്റീവ്. ഈ റോഡ് കംപ്ലീറ്റ് ആയിട്ടും പോസിറ്റീവ് ആയിരിക്കും. ബാറ്ററിയുടെ നെഗറ്റീവ് കണ്ടിരിക്കുന്നത് ഈ റോഡിലാണ്. അതുപോലെ തന്നെ ഇവിടെ മുഴുവനായിട്ട് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും എങ്ങോട്ട് പോകും എന്നതാണ് അടുത്ത ചോദ്യം. ഇവിടെയുള്ള Na+ നേരെ പോകുന്നത് നെഗറ്റീവ് റോഡിലോട്ടായിരിക്കും. നെഗറ്റീവും കൂടെ അട്രാക്ട് ചെയ്യുമല്ലോ. ഈ Na+ നേരെ പോകുന്നത് നെഗറ്റീവ് റോഡിലോട്ടും Cl- നേരെ പോകുന്നത് പോസിറ്റീവ് റോഡിലോട്ടുമാണ്. ഇനി അവർ അവിടെ പോയിട്ട് എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. Na+ നെഗറ്റീവ് റോഡിൽ പോയി എന്ത് ചെയ്യും? ഇപ്പം നെഗറ്റീവ് റോഡിൽ റിയാക്ഷൻ എഴുതാം. നെഗറ്റീവ് റോഡിൽ അവർ പോയിട്ട് എന്താണ് അവിടെ ചെയ്യുന്നുണ്ടായിരിക്കുക? Na+ അവിടെ പോയി കഴിഞ്ഞാൽ സോഡിയം അല്ല പോകുന്നത്, Na+ ആണ് പോകുന്നത്. Na+ എന്ന് പറയുന്നവൻ ഇലക്ട്രോണിനെ വാങ്ങുമോ വിട്ടുകൊടുക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. Na+ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. Na-യിൽ 1 ഇലക്ട്രോൺ പോയാലാണ് Na+. ഓൾറെഡി 1 ഇലക്ട്രോൺ കുറവായി നിൽക്കുകയാണ്. അവനെന്താ ചെയ്യുക? അവൻ്റെ ആ ഇലക്ട്രോണിനെ പഴയതുപോലെ വാങ്ങിച്ചുകൊണ്ട് സോഡിയമായിട്ട് മാറുകയാണ് ചെയ്യുക. റെഡി? പോസിറ്റീവ് റോഡിൽ എന്താ സംഭവിക്കുക? പോസിറ്റീവ് റോഡിൽ Cl- ആണ് പോവുക. Cl- അവിടെ പോയിട്ട് എന്താണ് ചെയ്യുക എന്നതാണ് ചോദ്യം. Cl- എന്ന് പറഞ്ഞാൽ
ക്ലോറിനേക്കാൾ 1 ഇലക്ട്രോൺ ഇവന് കൂടുതലാണ് അല്ലേ? ക്ലോറിനേക്കാൾ 1 ഇലക്ട്രോൺ ഇവന് കൂടുതലാണ്. 1 ഇലക്ട്രോൺ കൂടുതലായിട്ടുള്ള ഇവൻ നേരെ പോസിറ്റീവ് റോഡിലോട്ട് പോയിട്ട് അവൻ്റെ കയ്യിലുള്ള ആ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. സിയിൽ എന്ത് ചെയ്യും? അവൻ്റെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡ്. സിയിൽ മൈനസ് 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അത് CL ആയിട്ട് മാറും. 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡ്. അപ്പോൾ ഡയാറ്റോമിക് മോളിക്യൂളായിട്ട് നമ്മൾ എപ്പോഴും എഴുതാറുള്ളത് ഒരു ക്ലോറിനെ ഉള്ളൂ എങ്കിൽ Cl2ൻ്റെ ഹാഫ് എന്ന് എഴുതാം. ഹാഫ് Cl2. അപ്പോൾ ഒരു ക്ലോറിനല്ലേ, Cl2ൻ്റെ ഹാഫ്. പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. Na+ എന്ന് പറയുന്നവൻ ഇലക്ട്രോണിനെ വാങ്ങിച്ചുകൊണ്ട് സോഡിയമായിട്ട് മാറുന്നു. അവിടെ സംഭവിച്ചിരിക്കുന്ന റിയാക്ഷൻ എന്താണ്? ഇലക്ട്രോണിനെ വാങ്ങിച്ച റിഡക്ഷനാണ് നടന്നിരിക്കുന്നത് അല്ലേ? റിഡക്ഷനാണ്. ഇവിടെ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിരിക്കുന്ന റിയാക്ഷനാണ്. അതെന്ത് റിയാക്ഷനാണ്? ഓക്സിഡേഷൻ റിയാക്ഷനാണ്. റിഡക്ഷൻ റിയാക്ഷൻ നടന്ന റോഡിനെ നമ്മൾ എന്ന് പറയുക? ആനോഡ് എന്ന് പറയുക. സോറി, കാഥോഡ് അല്ലേ? കാഥോഡ്. അപ്പോൾ കാഥോഡിലെ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്സിഡേഷൻ റിയാക്ഷൻ നടന്ന ഇതെന്താണ്? ആനോഡാണ്. ആനോഡിലെ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റിൽ മെറ്റൽ അഥവാ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് നേരെ പോയി അടിയുന്നത് കാഥോഡായിരിക്കും. കാഥോഡാണ് മെറ്റലുകൾ നമുക്ക് കിട്ടുക. ഓക്കെ, ഈ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ കറണ്ട് കടത്തി വിട്ടാൽ ഉണ്ടാകുന്ന ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, കാഥോഡിന്റെ തിക്നെസ് കൂടി വരും. ആരുടെ? കാഥോഡിന്റെ തിക്നെസ് കൂടി വരും. തിക്നെസ് ഇങ്ങനെ കൂടി വരാനുള്ള കാരണം എന്താ? അവിടെയെല്ലാം മെറ്റൽ ഡെപ്പോസിറ്റ് ആവുന്നത് കൊണ്ടാണ്. സോഡിയം ഇവിടെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആവുന്നതുകൊണ്ട് അവരുടെ സൈസ് ഇങ്ങനെ കൂടി വരുന്നത് നമുക്ക് കാണാം. വേറൊരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ആനോഡിന് ചുറ്റുമായിട്ട് നിറയെ ബബിൾസ് കാണാം. ആനോഡിന് ചുറ്റും നിറയെ ബബിൾസ് ഉണ്ടാവാൻ കാരണം എന്താ? അവിടെയെല്ലാം ക്ലോറിനുകൾ ഡെപ്പോസിറ്റ് ആവുന്നതുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. റെഡി? ഇനി എൻ്റെ ചോദ്യം ഇതാണ്, നമ്മളിവിടെ കൊടുക്കുന്ന കറണ്ടിൻ്റെ അളവ് കൂട്ടിയാൽ, ഇതിനകത്ത് കൊടുക്കുന്ന ചാർജിൻ്റെ അളവ് കൂട്ടിയാൽ ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ വേഗത്തിലാകുമോ സ്ലോയിലാകുമോ? അല്ല ഒരു മാറ്റവും ഉണ്ടാവില്ലേ? നമ്മളിവിടെ കൂടുതൽ കറണ്ട് കൊടുത്താൽ കൂടുതൽ മെറ്റൽ ഇവിടെ ഡെപ്പോസിറ്റ് ആവും, വേഗത്തിൽ ഡെപ്പോസിറ്റ് ആവും. ഇവിടെ കൂടുതൽ ക്ലോറിൻ, അതായത് ഓരോ ഇലക്ട്രോഡിലും നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ വേഗത്തിലാവും അല്ലേ? നമ്മൾ കൊടുക്കുന്ന കറണ്ടിനനുസരിച്ച് അവിടെ ഡെപ്പോസിറ്റ് ആവുന്ന ആളുകളുടെയും അളവ് കൂടും എന്നതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ. The amount of chemical reaction occurs at any electrode during electrolysis by a current is proportional to the quantity of electricity passed through the electrolyte. ഓരോ ഇലക്ട്രോഡിലും ഡെപ്പോസിറ്റ് ആവുന്ന അല്ലെങ്കിൽ ഓരോ ഇലക്ട്രോഡിലും നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് അതിലൂടെ നമ്മൾ കടത്തിവിടുന്ന കറണ്ടിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. റെഡി? കറണ്ടിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ, അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഏത് ഓരോ ഇലക്ട്രോഡിലും ഡെപ്പോസിറ്റ് ആവുന്ന സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ചാർജ്. Q എന്ന് പറഞ്ഞാൽ എന്താണ്? IT ആണ് നമുക്കറിയാം. കറണ്ട് ഇൻറ്റു ടൈം ആണ് നമുക്കറിയാം. റെഡി? ഇനി ഞാൻ നിങ്ങളോട് ഒരു 1-2 എക്സാമ്പിൾ സഹിതം കാര്യങ്ങൾ ക്ലിയർ ആക്കി തരാം. നോക്കണേ. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ, സിൽവറിൻ്റെ സൊല്യൂഷനിൽ കറണ്ട് കടത്തി വിട്ടാൽ കാഥോഡിൽ ആര് ഡെപ്പോസിറ്റ് ആവും? കാഥോഡിൽ എപ്പോഴും മെറ്റൽ ഡെപ്പോസിറ്റ് ആവുക. മെറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സിൽവറാണ്. അപ്പോൾ കാഥോഡിൽ സിൽവർ ഡെപ്പോസിറ്റ് ആവുന്ന റിയാക്ഷൻ ഞാനിവിടെ എഴുതുന്നുണ്ട്. അത് റിഡക്ഷൻ റിയാക്ഷൻ ആണ്. Ag+ എന്ന് പറഞ്ഞ് എത്ര ഇലക്ട്രോണിനെ വാങ്ങിക്കും? 1 ഇലക്ട്രോണിനെ വാങ്ങിക്കും. എന്നിട്ട് എന്തായിട്ട് മാറും? Ag ആയിട്ട് മാറും. Ag+ എന്ന് പറയുന്നത് 1 ഇലക്ട്രോണിനെ വാങ്ങിച്ചുകൊണ്ട് എന്തായിട്ട് മാറി? Ag ആയിട്ട് മാറി. ഇവിടെ ഒരു കാര്യം നോക്കണേ നിങ്ങൾ, ഈ ഒരു റിയാക്ഷൻ നടക്കാൻ ഇവിടെ എത്ര ഇലക്ട്രിസിറ്റി വേണം, അല്ലെങ്കിൽ ഇത്ര ഇലക്ട്രിസിറ്റി കൊടുത്താൽ എത്ര സിൽവർ ഡെപ്പോസിറ്റ് ആവും എന്നതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാനും പറയാനും പോകുന്നത്. ഇവിടെ നമ്മൾ ഇവരെ എല്ലാവരെയും 1 മോളിൻ്റെ കേസിലാണ് എഴുതാൻ പോകുന്നത്. 1 മോൾ Ag+നോടൊപ്പം 1 മോൾ ഇലക്ട്രോൺ ചേർന്ന് റിയാക്ട് ചെയ്താൽ നമുക്ക് 1 മോൾ സിൽവർ കിട്ടും. റെഡി? 1 മോൾ സിൽവർ കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാണ്? 1 മോൾ സിൽവറിൻ്റെ മാസ് എത്രയാ? 1 മോൾ സിൽവർ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. 1 മോൾ സിൽവർ എന്ന് പറഞ്ഞാൽ അത് 108 ഗ്രാമാണ്. അതായത് അതിൻ്റെ അറ്റോമിക് മാസാണ്. 108 ഗ്രാം സിൽവർ ആണ് ഡെപ്പോസിറ്റ് ആവുക. എത്ര ഇലക്ട്രോൺ റിയാക്ട് ചെയ്യണം? 1 മോൾ ഇലക്ട്രോൺ റിയാക്ട് ചെയ്യണം. 1 ഇലക്ട്രോൺ അല്ല, 1 മോൾ ഇലക്ട്രോൺ 6.022 × 10⁻23 ഇലക്ട്രോണുകൾ റിയാക്ട് ചെയ്യണം. ഈ 6.022 × 10⁻23 ഇലക്ട്രോണുകൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ചാർജാണ് ഫാരഡേസ് കോൺസ്റ്റന്റ്. അതായത്
96,500 കുളം. അതിനെ 1 ഫാരഡ് എന്നാണ് പറയുക. 1 മോൾ ഇലക്ട്രോൺ റിയാക്ട് ചെയ്യാൻ വേണ്ടി 1 ഫാരഡ് ഇലക്ട്രിസിറ്റി കൊടുക്കണം. അപ്പോൾ 1 ഫാരഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മോൾ ഇലക്ട്രോൺ റിയാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുക്കേണ്ട ചാർജ്. അതാണ് 1 ഫാരഡ്. 1 മോൾ ഇലക്ട്രോൺ റിയാക്ട് ചെയ്യിപ്പിക്കാൻ 1 ഫാരഡ് കൊടുക്കണം. 1 ഫാരഡ് കൊടുത്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 108 ഗ്രാം കിട്ടി. അപ്പോൾ 2 ഫാരഡ് ആണ് കൊടുക്കുന്നെങ്കിലോ 216 ആയിരിക്കും കിട്ടുക. 3 ഫാരഡ് ആണ് കൊടുക്കുന്നെങ്കിലോ ഇതിൻ്റെ 3 മടങ്ങായിരിക്കും കിട്ടുക. 10 ഫാരഡ് കൊടുത്താലോ ഇതിൻ്റെ 10 മടങ്ങായിരിക്കും കിട്ടുക. അതാണ് ഇവിടെ പറഞ്ഞ ഫാരഡേസ് ഫസ്റ്റ് ലോ. നമ്മൾ കൊടുക്കുന്ന കറണ്ടിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഡെപ്പോസിറ്റ് ആവുന്ന സിൽവറിൻ്റെ അളവും എന്ത് ചെയ്യും? കൂടുമെന്നുള്ളത്. ഇതേപോലെ ഒരു കോപ്പറിൻ്റെ കേസ് എടുക്കാം. ഇപ്പോൾ Cu2+ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ Cu2+ എത്ര ഇലക്ട്രോണിനെ വാങ്ങിക്കും? 2 ഇലക്ട്രോണിനെ വാങ്ങിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോപ്പർ കിട്ടും. ഇവിടെ നമ്മൾ എത്ര മോൾ ഇലക്ട്രോണിനെ റിയാക്ട് ചെയ്യിപ്പിച്ചു? നിങ്ങൾ നോക്ക്, എത്ര മോൾ ഇലക്ട്രോണിനെ റിയാക്ട് ചെയ്യിപ്പിച്ചു? 2 മോൾ ഇലക്ട്രോണിനെ റിയാക്ട് ചെയ്യിപ്പിച്ചു. 2 മോൾ ഇലക്ട്രോണിനെ റിയാക്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ എത്ര കറണ്ട് കൊടുത്തിട്ടുണ്ടാവണം? 1 മോൾ ഇലക്ട്രോണിനെ റിയാക്ട് ചെയ്യിപ്പിക്കാൻ 1 ഫാരഡ്. അപ്പോൾ 2 മോൾ ഇലക്ട്രോണിനെ റിയാക്ട് ചെയ്യിപ്പിക്കാൻ നമ്മൾ എത്ര കൊടുക്കണം? 2 ഫാരഡ് ഇലക്ട്രിസിറ്റി കൊടുക്കണം. അങ്ങനെ 2 ഫാരഡ് ഇലക്ട്രിസിറ്റി കൊടുത്താൽ നമുക്ക് എത്ര കോപ്പർ കിട്ടും? 1 മോൾ കോപ്പർ കിട്ടും. 1 മോൾ കോപ്പറിൻ്റെ മാസം, അതിൻ്റെ അറ്റോമിക് മാസം എന്ന് പറയുന്നത് 63.5 ഗ്രാം ആണ്. നോക്കണേ, ഇവിടെ 1 ഫാരഡ് കൊടുക്കുമ്പോൾ തന്നെ 108 ഗ്രാം കിട്ടി. 2 ഫാരഡ് കൊടുത്താലേ ഇവിടെ 63.5 ഗ്രാമെങ്കിലും കിട്ടൂ. മനസ്സിലായോ? ഓരോന്നിലും നമ്മൾ കൊടുക്കുന്ന ഓരോ കറണ്ടാണ്, മീൻസ് ഓരോ അളവാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇതേപോലെ അലുമിനിയം എടുക്കുകയാണെങ്കിൽ Al3+, എത്ര ഇലക്ട്രോണിനെ വാങ്ങിക്കും? 3. എന്നിട്ട് എത്ര എന്തായിട്ട് മാറും? Al ആയിട്ട് മാറും. ഇവിടെ നിങ്ങൾ പറയും 3 മോൾ ഇലക്ട്രോണിനെ റിയാക്ട് ചെയ്യിപ്പിച്ചു, എത്ര ഫാരഡ് ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടി വരും? 3 മോൾ ഇലക്ട്രോണിനെ റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 ഫാരഡ് ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടി വരും. 3 ഫാരഡ് ഇലക്ട്രിസിറ്റി കൊടുക്കണം. 3 ഫാരഡ് ഇലക്ട്രിസിറ്റി കൊടുത്താൽ 3 ഫാരഡ് ഇലക്ട്രിസിറ്റി കൊടുത്താൽ നമുക്ക് എത്ര അലുമിനിയം കിട്ടുക? 1 മോൾ അലുമിനിയം. 1 മോൾ അലുമിനിയം എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് 27 ആണ്, 27 ഗ്രാം ആണ്. ഇവിടെ 1 ഫാരഡ് ഇലക്ട്രിസിറ്റി കൊടുത്താൽ 108 ഗ്രാം. ഇവിടെ 2 ഫാരഡ് കൊടുത്താൽ 63.5, 3 ഫാരഡ് കൊടുത്താൽ 27 ഗ്രാം ആണ്. പറഞ്ഞു വന്ന കാര്യം, ഓരോന്നിലും ഓരോ അളവാണ് ഡെപ്പോസിറ്റ് ആവുന്നത്. ആദ്യത്തെ കേസ് നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ഇലക്ട്രോലിറ്റിക് സെൽ എടുക്കുകയാണെങ്കിൽ അവിടെ കൊടുക്കുന്ന കറണ്ടിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ഡെപ്പോസിറ്റ് ആവുന്ന മെറ്റലിൻ്റെ അളവും കൂടും. ഓക്കെ, റെഡി. ഇനി ഒരേ കറണ്ട് എല്ലാവർക്കും കൊടുത്താലും, എല്ലാവർക്കും ഒരേ കറണ്ട് കൊടുക്കുന്നു, 1 ഫാരഡ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്, 1 ഫാരഡ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്, 1 ഫാരഡ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് എങ്കിൽ എത്ര ഡെപ്പോസിറ്റ് ആവും നമുക്ക് നോക്കാം. വാ. 1 ഫാരഡ് ഇലക്ട്രിസിറ്റി കൊടുത്താൽ സിൽവർ എത്ര ഡെപ്പോസിറ്റ് ആവും? 108 ഗ്രാം സിൽവർ ഡെപ്പോസിറ്റ് ആവും. ശരിയല്ലേ? 1 ഫാരഡ് ഇലക്ട്രിസിറ്റി കൊടുത്താൽ 108 ഗ്രാം സിൽവർ ഡെപ്പോസിറ്റ് ആവും. ഇവിടെ 2 ഫാരഡ് കൊടുത്താൽ 63.5 ആണ്. അപ്പോൾ 1 ഫാരഡ് കോപ്പറിന് കൊടുത്താലോ? കോപ്പറിലും 1 ഫാരഡേ കൊടുക്കുന്നുള്ളെങ്കിലോ? 2 ഫാരഡ് കൊടുക്കുമ്പോൾ 63.5 ആണെങ്കിൽ 1 ഫാരഡേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ 63.5ൻ്റെ പകുതി. കോപ്പറിലും നമ്മൾ 1 ഫാരഡാണ് കൊടുക്കുന്നെങ്കിൽ 63.5 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 31.75 ഗ്രാം ഓഫ് കോപ്പർ ഡെപ്പോസിറ്റ് ആവുക. ശരിയല്ലേ? 3 ഫാരഡ് കൊടുത്തപ്പോൾ 27 ഗ്രാം അലുമിനിയമാണ്. 3 ഫാരഡ് കൊടുത്തപ്പോൾ 27 ആണെങ്കിൽ 1 ഫാരഡ് കൊടുത്താൽ എത്രയാണ് ഡെപ്പോസിറ്റ് ആവുക? 1 ഫാരഡ് ആണെങ്കിൽ 27 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 9 ഗ്രാം ഓഫ് അലുമിനിയം ഡെപ്പോസിറ്റ് ആവുള്ളൂ. ആണോ? പറഞ്ഞു വന്നത് എന്താണ്? ഒരേ കറണ്ട് സിൽവറിൻ്റെ സൊല്യൂഷനിലും കോപ്പറിൻ്റെ സൊല്യൂഷനിലും അലുമിനിയത്തിൻ്റെ സൊല്യൂഷനിലും കടത്തിവിട്ടാൽ, ഒരേ കറണ്ട് ഈ 3ലും കടത്തിവിട്ടാൽ 3ലും ഡെപ്പോസിറ്റ് ആവുന്ന അളവ് വേറെ വേറെയാണ്. ഇതിൽ 108 ഗ്രാം കിട്ടി, ഇത് 31.75 ഉള്ളൂ, ഇവിടെ 9 ഗ്രാമേ ഉള്ളൂ. അല്ലേ? ഒരേ കറണ്ട് ഓരോന്നിലും കടത്തിവിട്ടാൽ നമുക്ക് ഓരോ അളവാണ് കിട്ടുക. ഇവിടെ ഞാനിപ്പോൾ 1 ഫാരഡിന് പകരം എല്ലാവരിലും 2 ഫാരഡ് കൊടുത്തു. 1 ഫാരഡിന് പകരം എല്ലാവരിലും 2 ഫാരഡ് കൊടുത്താൽ എന്തായിരിക്കും നമുക്കിവിടെ ഡെപ്പോസിറ്റ് ആവുക? ഇതേ ഇൻറ്റു 2, ഇതേ ഇൻറ്റു 2, ഇതേ ഇൻറ്റു 2 ആയിരിക്കും. അല്ലേ? ഇവിടെ എല്ലാവരിലും 10 ഫാരഡ് കൊടുത്താലോ?
10 ഫാരഡ് കൊടുത്താലോ ഇതേ ഇൻറ്റു 10, ഇതേ ഇൻറ്റു 10, ഇതേ ഇൻറ്റു 10, ഇതേ ഇൻറ്റു 10 ആയിരിക്കില്ലേ കിട്ടുക? ആണോ? ഒരേ കറണ്ട് നമ്മൾ ഓരോ സെല്ലിലും കൊടുക്കുകയാണെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ആവുന്ന എലമെന്റിന്റെ അളവ് എന്ന് പറയുന്നത് അവരുടെ ഇക്വാലന്റ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. എന്താണ് ഇക്വാലന്റ് മാസ് എന്നറിയാവോ? 1 ഫാരഡ് കൊടുത്താൽ എത്ര ഡെപ്പോസിറ്റ് ആവുന്നുണ്ടോ അതാണ് ഇക്വാലന്റ് മാസ്. 1 ഫാരഡ് കൊടുത്താൽ സിൽവർ ഡെപ്പോസിറ്റ് ആവുന്നത് 108 ആണ് എങ്കിൽ സിൽവറിന്റെ ഇക്വാലന്റ് മാസ് 108 ഗ്രാമാണ്. 1 ഫാരഡ് കൊടുക്കുമ്പോൾ കോപ്പർ ഡെപ്പോസിറ്റ് ആവുന്നത് 31.75 ആണ് എങ്കിൽ കോപ്പറിന്റെ ഇക്വാലന്റ് മാസ് ആണ് അത്. അലുമിനിയത്തിന്റെ ഇക്വാലന്റ് മാസ് ആണ് 9, കാരണം 1 ഫാരഡ് കൊടുക്കുമ്പോൾ 9 ഗ്രാം അലുമിനിയം ആണ് കിട്ടുക. സിമ്പിളായിട്ട് വേറെ രീതിക്ക് പറഞ്ഞാൽ അറ്റോമിക് മാസ് ഡിവൈഡർ ബൈ അവന്റെ ചാർജ്. സിൽവറിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 108 ഗ്രാം ആണ്. സിൽവറിന്റെ ചാർജ് എത്രയാണ് വരിക? 1+ ആണ് വരിക. അപ്പോൾ 108 ഡിവൈഡർ ബൈ 1. കോപ്പറിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 63.5 ആണ്. കോപ്പറിന്റെ ചാർജ് എത്രയാണ്? 2+ ആണ്. അപ്പോൾ 63.5 ഡിവൈഡർ ബൈ 2 31.75 അതാണ് അവന്റെ ഇക്വലന്റ് മാസ്. അലുമിനിയത്തിന്റെ ചാർജ് എത്രയാണ്? 3+ ആണ്. അലുമിനിയത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 27. അറ്റോമിക് മാസ് ഡിവൈഡർ ബൈ ചാർജ് അങ്ങനെ കണ്ടുപിടിക്കുക. അറ്റോമിക് മാസ് ഡിവൈഡർ ബൈ ചാർജ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇക്വാലന്റ് മാസ് കിട്ടും. അതാണ് ഇക്വാലന്റ് മാസ് എന്ന് പറയുന്നത്. സിമ്പിൾ. അപ്പോൾ ഇക്വാലന്റ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പോൾ പറഞ്ഞു വന്നത് സിൽവറിന്റെ ഒരു സൊല്യൂഷൻ എടുത്തിരിക്കുന്നു, കോപ്പറിന്റെ ഒരു സൊല്യൂഷൻ എടുത്തിരിക്കുന്നു, അലുമിനിയത്തിന്റെ ഒരു സൊല്യൂഷൻ എടുത്തിരിക്കുന്നു. എല്ലാവരിലും 2 ഇലക്ട്രോഡ് ഇറക്കി വെച്ചുകൊണ്ട് കറണ്ട് കൊടുക്കുകയാണ്. എല്ലാവരിലും ഒരേ കറണ്ട് കൊടുക്കുകയാണ്. പക്ഷെ ഓരോന്നിലും ഡെപ്പോസിറ്റ് ആവുന്ന മെറ്റലിന്റെ അളവ് സെയിം ആണോ? അല്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മെറ്റൽ ഡെപ്പോസിറ്റ് ആവുന്നത്? അവരുടെ ഇക്വാലന്റ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എല്ലാവരിലും ഒരേ കറണ്ട് കൊടുത്താൽ അവിടെ ഡെപ്പോസിറ്റ് ആവുന്ന മെറ്റലിന്റെ അളവ് എന്ന് പറയുന്നത് അവരുടെ ഇക്വാലന്റ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇത് ഫാരഡേ സെക്കൻഡ് ലോ ആണ്. കഴിഞ്ഞു. ഇത് ഫാരഡേ സെക്കൻഡ് ലോ ആണ്. The amount of various substances liberated by the same quantity of electricity passed through the electrolytic solution is proportional to the chemical equivalent weight. ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഇലക്ട്രോലൈറ്റിക് സെല്ലിലും നമ്മൾ ഒരേ കറണ്ട് കടത്തിവിട്ടാൽ അവിടെ ഡെപ്പോസിറ്റ് ആവുന്ന ആളുകളുടെ അളവ് എന്ന് പറയുന്നത് അവരുടെ ഇക്വാലന്റ് വെയിറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. റെഡി? ഇനി നമ്മൾ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലോട്ട് കടക്കുകയാണ്. അതാണ് ബാറ്ററി. ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് കിട്ടുന്നത് എങ്ങനെയാണ്? ജനറേറ്റർ എന്നാണ്. ഇപ്പോൾ നമ്മൾ പള്ളി പെരുന്നാളിനോ മറ്റേ കാര്യം നമ്മൾ ജനറേറ്ററൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ മൊബൈലിലായിക്കോട്ടെ അല്ലെങ്കിൽ വാച്ചിലായിക്കോട്ടെ ഇതിലൊക്കെ റിമോട്ടിലായിക്കോട്ടെ ഇതൊക്കെ വർക്ക് ചെയ്യാൻ എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം. ഈ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജനറേറ്റർ കണ്ടിട്ടുണ്ടോ? ഇല്ല. മറിച്ച് എന്താണ്? അത് വേണ്ടാത്ത ചളിയായിരുന്നു എങ്കിൽ വിട്ടേക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. ബാറ്ററിയിലൂടെ എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്? ഇലക്ട്രോ കെമിക്കൽ സെൽ നമ്മൾ പഠിച്ചിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവിടെ ആനോഡുണ്ട്, കാഥോഡുണ്ട്. കെമിക്കൽ റിയാക്ഷൻ വഴി അതിനകത്തോടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇലക്ട്രോൺ ഫ്ലോ ചെയ്തുകൊണ്ട് പുറത്തോട്ട് കറണ്ട് കിട്ടുന്നുണ്ട്. ആണേ. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ല് വഴിയാണ് നമുക്ക് കറണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അവിടെ ആനോഡും വേണം, കാഥോഡും വേണം, ഇലക്ട്രോലൈറ്റും വേണം. നമ്മുടെ ഓക്സിഡേഷൻ റിയാക്ഷൻ, റിഡക്ഷൻ റിയാക്ഷൻ ഒക്കെ നടക്കണം. നമുക്ക് വെളിയിൽ കറണ്ട് കിട്ടുന്നത്. ഇങ്ങനെയുള്ള സെല്ലുകൾ അഥവാ ബാറ്ററികളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബാറ്ററികൾ എന്ന് പറയുന്നത്. ഇതൊക്കെ വാഹനങ്ങളിലുള്ള ബാറ്ററിയാണ്. ഇത് സാധാരണ ടോയ്സിലേക്കുള്ള ബാറ്ററിയാണ്. ഇതും അതുപോലെ തന്നെ നമ്മുടെ വാച്ചിലോ അല്ലെങ്കിൽ റിമോട്ടിലൊക്കെ ഇടുന്ന ബാറ്ററികളാണ്. മെയിനായിട്ട് ബാറ്ററികളെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രൈമറി ബാറ്ററി എന്നും സെക്കൻഡറി ബാറ്ററി എന്നും. അപ്പോൾ ബാറ്ററി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇലക്ട്രിക്കൽ എനർജി ഡയറക്റ്റ് ആയിട്ട് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകളാണ് ബാറ്ററികൾ എന്ന് പറയുന്നത്. എ ബാറ്ററി ഈസ് ബേസിക്കലി എ ഗാൽവാനിക് സെൽ അഥവാ ഇലക്ട്രോ കെമിക്കൽ സെൽ ഇൻ വിച്ച് എ കെമിക്കൽ എനർജി ഓഫ് ദ റിഡോക്സ് റിയാക്ഷൻ ഇസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. ഇത് കെമിക്കൽ എനർജി എന്താക്കി മാറ്റുകയാണ്? ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസുകളാണ്. 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും. ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ബാറ്ററികളുടെയൊക്കെ പ്രത്യേകം നോക്കിക്കഴിഞ്ഞാൽ ഈ ബാറ്ററി നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വോൾട്ടേജ് തീർന്ന് നമ്മൾ കളയും. വേറെ ഒരു വഴിയില്ല. നേരെ മറിച്ച് ഇപ്പോൾ റിമോട്ടിലുള്ള ബാറ്ററി ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഉപയോഗിച്ച് അത് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ വോൾട്ടേജ് കുറഞ്ഞ് വന്നാൽ ആ ബാറ്ററി വലിച്ചേർന്ന് നമ്മൾ വേറെ ബാറ്ററി വാങ്ങിയിടുക ചെയ്യുക. നേരെ മറിച്ച് ടോയ് കാറിലൊക്കെ ഉള്ള ബാറ്ററി ഉണ്ട്, ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. മൊബൈലിലുള്ള ബാറ്ററി ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചാർജ് ചെയ്ത് വാച്ചിലേക്കുള്ളത് ഇതൊക്കെ ചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നവയാണ്.
ഓട്ടോമൊബൈൽസിലൊക്കെ അഥവാ കാറിൽ, ഓട്ടോയിൽ, വാഹനങ്ങളിലൊക്കെ വെച്ചിരിക്കുന്ന ഈ ബാറ്ററിയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ചാർജ് ചെയ്ത്, വണ്ടി ഓടുമ്പോൾ തന്നെ ചാർജ് ആയിക്കോളും, അങ്ങനെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററികളാണ് ഇവരെല്ലാവരും തന്നെ. ഓക്കെ, ഇങ്ങനെ 2 ടൈപ്പ് ബാറ്ററികളുണ്ട്. എന്താണ്? ചാർജ് ചെയ്ത് വീണ്ടും 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 ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററികൾ, മറ്റൊന്ന് ചാർജ് ചെയ്താൽ ഒരൊറ്റ തവണ മാത്രം യൂസ് ചെയ്തിട്ട് കളയാവുന്ന ബാറ്ററി. അതാണ് പ്രൈമറി, സെക്കൻഡറി എന്ന് പറയുന്നത്. ചാർജ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററിയാണ് സെക്കൻഡറി ബാറ്ററി. ഒരൊറ്റ തവണ മാത്രം യൂസ് ചെയ്ത് കളയുന്നതാണ് പ്രൈമറി ബാറ്ററി എന്ന് പറയുന്നത്. പ്രൈമറി ബാറ്ററിക്കും സെക്കൻഡറി ബാറ്ററിക്കും രണ്ട് എക്സാമ്പിൾ പഠിക്കാനുണ്ട്. ആ 2 എക്സാമ്പിൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ പേര് ഓർത്ത് വെക്കുക. അതിനോടൊപ്പം തന്നെ അതിൽ ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്, ഇലക്ട്രോലൈറ്റ് എന്താണ്, ആനോഡുള്ള റിയാക്ഷൻ എന്താണ്, കാഥോഡുള്ള റിയാക്ഷൻ എന്താണ്, ഈ കാര്യങ്ങൾ നോക്കി വെച്ചിരിക്കണം. ഇത് പഠിക്കാൻ ട്രിക്സ് ഇല്ല എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അത് നിങ്ങളെ അധികം തന്നെ ബോറടിപ്പിക്കുമെന്നതിനാലും ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടുമെന്നതിനാലും ചുമ്മാ വായിച്ച് മാത്രം പോകുന്നുണ്ട്. വേഗം ഞാൻ പറഞ്ഞു പോകാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് പ്രൈമറി സെല്ലുകളാണ്. റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്ത വാച്ചിലൊക്കെ ഇടുന്ന ആ പെൻസിൽ ബാറ്ററി ഉണ്ടല്ലോ, അതാണ്. ആ പെൻസിൽ ബാറ്ററി നിങ്ങളൊന്ന് പൊളിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു സിങ്ക് കണ്ടെയ്നർ ഉണ്ടായിരിക്കും. ആ സിങ്ക് കണ്ടെയ്നർ ഇങ്ങനെ പൊളിച്ച് നോക്കുന്ന ഉള്ളിൽ തരിതരിയായിട്ട് പൊടി ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. കറക്റ്റ് സെൻട്രലായിട്ട് ഒരു കാർബണിൻ്റെ റോഡ് ഇങ്ങനെ ഉണ്ടായിരിക്കും, ബ്ലാക്ക് കളർ റോഡ് ഉണ്ടായിരിക്കും. കൈയൊക്കെ നല്ല ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ കെമിക്കലൊക്കെ കയ്യിൽ കയറി ദോഷമാണ്. പൊളിച്ച് നോക്കാൻ നിൽക്കരുത്. അഥവാ പൊളിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്താൽ മതി. അതാണ് ഡ്രൈ സെൽ എന്ന് പറയുന്നത്. ആ ഡ്രൈ സെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കോമ്പാക്ട് ഫോം ഓഫ് ലെക്ലാഞ്ച് സെൽ. ലെക്ലാഞ്ച് സെൽ എന്ന് പറഞ്ഞാൽ കാർബണും സിങ്കും ചേർന്ന കോമ്പിനേഷനാണ്. സിങ്കും കാർബണും ചേർന്ന കോമ്പിനേഷൻ. സിങ്കും കോപ്പറും ആണെങ്കിൽ അത് ഗാൽവാനിക് സെൽ. സിങ്കും കോപ്പറും ചേർന്നാൽ അത് ഡാനിയൽ സെല്ലാണ്. സിങ്കും കോപ്പറും ആണെങ്കിൽ അത് ഡാനിയൽ സെല്ലാണ്. സിങ്കും കാർബൺ ആണെങ്കിൽ അതിനെ ലെക്ലാഞ്ച് സെൽ എന്നാണ് പറയുക. ഇത് നല്ല രസമുണ്ടല്ലോ ഇവരൊക്കെ, ലെക്ലാഞ്ച് സെൽ. ആ ലെക്ലാഞ്ച് സെല്ലിൻ്റെ കോമ്പാക്റ്റ് ആയിട്ട് ചെറിയ രൂപമാണ് എന്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ഡ്രൈ സെൽ എന്ന് പറയും. ആനോഡും കാഥോഡും എന്താണ് നോക്കുക. ആനോഡ് എന്ന് പറഞ്ഞാൽ സിങ്ക് കണ്ടെയ്നർ, അതിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന കവചം ഉണ്ടല്ലോ, ആ കണ്ടെയ്നർ, അതാണ് എന്ത് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. കാഥോഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിൽ ഒരു കാർബൺ റോഡ്, ഇങ്ങനെ ഗ്രാഫൈറ്റ് റോഡ് വെച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതിനാണ് കാഥോഡ് എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റ് റോഡ് ഈസ് സറൗണ്ടഡ് ബൈ MnO2 ആൻഡ് കാർബൺ. MnO2 പറഞ്ഞാൽ കറുത്ത പൊടിയാണ്. പൊളിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കറുത്ത പൊടിയും കാർബണുമായിട്ട് എന്ത് സെൻട്രൽ എന്ത് വെച്ചിട്ടുണ്ട്, ഗ്രാഫൈറ്റ് റോഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തുള്ള ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ NH4Cl ZnCl2 കൂടെ ഒരു പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്താണ്, ആനോഡ് എന്താണ്, കാഥോഡ് എന്താണ് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ അതിൻ്റെ വോൾട്ടേജ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പെൻസിൽ ബാറ്ററിയുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് 1.5 വോൾട്ടേജ് ആണ്. ഡ്രൈ സെല്ലിൻ്റെ ഔട്ട്പുട്ട് 1.5 വോൾട്ടേജ് ആണ്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് മെർക്കുറി സെല്ലാണ്. മെർക്കുറി സെല്ലിൻ്റെ 1.35 വോൾട്ടേജ് ആണ്. നേരത്തെ പറഞ്ഞ ഡാനിയൽ സെൽ 1.10 വോൾട്ടേജ് ആണ്. ഇതൊക്കെ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് വരാൻ ചാൻസ് ഉള്ളവയാണ്. അപ്പോൾ ഇതിൻ്റെ ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ നിങ്ങൾ നോക്കുക, അത് എഴുതുക, പഠിച്ച് വെച്ചേക്കുക, വേറെ നിവർത്തിയില്ല. ആനോഡിൽ നടക്കുന്നത് Zn എന്ന് പറഞ്ഞാൽ Zn2 + 2 ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുന്ന ആനോഡിൽ ഓക്സിഡേഷൻ റിയാക്ഷനാണ്. കാഥോഡാണെന്നുണ്ടെങ്കിൽ MnO2 + NH4 + 1 ഇലക്ട്രോൺ അത് ചേർന്ന് നമുക്ക് MnOOH എന്നാണ്, MnOOH പിന്നെ NH3 കിട്ടും. ഇതാണ് നമുക്ക് കാഥോഡിൽ നടക്കുന്ന റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഡ്രൈ സെല്ലാണ്, മെർക്കുറി സെല്ലാണ്. മെർക്കുറി സെൽ എന്ന് പറഞ്ഞാൽ ചഞ്ഞ എന്ന് പറഞ്ഞ ഫോണല്ലേ, ആ ഫോണിൻ്റെ ഉള്ളിലേക്ക് വെച്ചിരിക്കുന്ന ബട്ടൺസ് ടൈപ്പുള്ള ബാറ്ററിയാണ്. ബട്ടൺസിൻ്റെ സൈസുള്ള ബാറ്ററികളാണ്. ഈ ബാറ്ററികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1.35 വോൾട്ടേജ് ആണ്. ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും ഏതാണെന്ന് നോക്കിക്കോളൂ. സിങ്ക് അമാൽഗം എന്ന് പറഞ്ഞാൽ സിങ്കും മെർക്കുറിയും കൂടെ ചേർന്നിരിക്കുന്ന സാധനമാണ് സിങ്ക് അമാൽഗം എന്ന് പറയുന്നത്. കാഥോഡ് എന്ന് പറയുന്നത് HgOയും കാർബണും കൂടെ ചേർന്നാണ്. HgOയും കാർബണും കൂടെ ചേർന്ന പേസ്റ്റിനാണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ KOHും ZnOയും കൂടെ ചേർന്നിട്ടുള്ളതാണ്. രണ്ടും കൂടെ ചേർത്താണ് ഇലക്ട്രോലൈറ്റ് ആയിരിക്കുന്നത്. ഞാനിതിൻ്റെ റിയാക്ഷൻ വായിപ്പിച്ച് ബോറടിപ്പിച്ച് വലിപ്പിക്കുന്നില്ല. റിയാക്ഷൻ നിങ്ങൾ നോക്കി വെച്ചേക്കുക, അത് പഠിച്ചിട്ട് പോകണം. സാർ ഇതൊക്കെ പഠിക്കണമോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. നിർബന്ധമായും പഠിച്ചിരിക്കണം, കാരണം എക്സാമിന് വന്നിട്ടുണ്ട്. ആനോഡ് എന്താണ്, കാഥോഡ് എന്താണ്, ആനോഡിലെയും കാഥോഡിലെ റിയാക്ഷൻ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സെക്കൻഡറി സെല്ലിലോട്ട് കിടക്കുകയാണ്. സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ഉപയോഗിച്ച് നമുക്ക് വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നവയാണ്. എന്തുകൊണ്ടാണ് ഇവരെ വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് വെളിയിലോട്ട് ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നതാണല്ലോ ഈ സെല്ലുകളെല്ലാം തന്നെ. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ വെളിയിലോട്ട് എന്ത് കിട്ടുന്നു, വോൾട്ടേജ് കിട്ടുന്നു. പതുക്കെ അത് കുറയുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, റീചാർജ് ചെയ്യുകയാണ്. വീണ്ടും നമ്മളിത് കറണ്ട് കൊടുക്കുക. നമ്മൾ വീണ്ടും കറണ്ട് കൊടുക്കുമ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ ബാക്കിലോട്ട് നടക്കും, റിവേഴ്സായി നടക്കും. ആദ്യം ഫോർവേഡ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ പഴയതുപോലെ ബാക്ക്വേഡ് നടക്കും. എന്നിട്ട് ചാർജർ എടുത്ത് മാറ്റുക. ഈ റിയാക്ഷൻ വീണ്ടും ആദ്യം മുതൽ നടക്കും, ഫോർവേഡ്. അപ്പോൾ വീണ്ടും പഴയതുപോലെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതാണ് സംഭവിക്കുന്നത്. ഒരു റിയാക്ഷൻ വഴി A എന്ന് പറയുന്നത് B ആവുന്നതിലൂടെ നമുക്ക് വെളിയിലോട്ട് കറണ്ട് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കും. A എന്ന് പറയുന്ന മുഴുവനും B ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ കറണ്ട് കുറയും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, റീചാർജ് ചെയ്യും. റീചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിലോട്ട് കറണ്ട് കൊടുക്കുക. ഇതിലോട്ട് കറണ്ട് കൊടുത്താൽ
ഈ ബി എന്ന് പറയുന്നതൊക്കെ പഴയതുപോലെ എന്തായിട്ട് മാറും? എ ആയിട്ട് മാറും. അവിടെയുള്ള പ്രൊഡക്റ്റ് എല്ലാം റിയാക്ടൻസ് ആയിട്ട് മാറും. ഇനി ആ ചാർജർ എടുത്ത് മാറ്റുക. അപ്പോൾ അവിടെ മുഴുവൻ ഇപ്പോൾ എ ആണുള്ളത്. എ വീണ്ടും പഴയതുപോലെ ബി ആയി മാറും. അപ്പോൾ നേരത്തെ കിട്ടിയതുപോലെ തന്നെ വോൾട്ടേജ് ഇപ്പോൾ നമുക്ക് വെളിയിൽ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. എ സെക്കൻഡറി സെൽ ക്യാൻ ബി റീചാർജ്ഡ് ബൈ പാസിംഗ് കറണ്ട് ത്രൂ ഇറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് കടത്തിവിടുന്നതിലൂടെ എന്ത് ചെയ്യാം? നമുക്കത് റീചാർജ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി റീയൂസ്ഡ് അഗൈൻ ആൻഡ് അഗൈൻ. ഇതിന് വീണ്ടും 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 നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഹിയർ ദ സെൽ റിയാക്ഷൻ ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ പാസിംഗ് കറണ്ട് ത്രൂ ഇറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ കറണ്ട് കടത്തി വിടുന്നതിലൂടെ തന്നെ ഇവിടെയുള്ള റിയാക്ഷൻ നമുക്ക് നേരെ റിവേഴ്സബിൾ ആക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ ഇത് വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഇതിലുള്ളതാണ്. വാഹനങ്ങളൊക്കെ വെക്കുന്നതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. പിന്നെ നിക്കാഡ് ബാറ്ററി, നിക്കാഡ് സെൽ എന്ന് പറയും, അഥവാ നിക്കൽ കാഡ്മിയം സെൽ എന്ന് പറയും. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും ഒന്ന് നോക്കിക്കുക നിങ്ങൾ. ഇവിടെ കുറേ ലെഡിൻ്റെ പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് സൾഫ്യൂരിക് ആസിഡ് നിറച്ചിട്ടുണ്ട്. വാഹനങ്ങൾ ഓട്ടിക്കുന്ന ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും, ബാറ്ററി ലീക്കായി, അഥവാ സൾഫ്യൂരിക് ആസിഡ് ലീക്കായി, അല്ലെങ്കിൽ ബാറ്ററിയിലെ ലിക്വിഡ് തീർന്നു, അഥവാ ആസിഡ് തീർന്നു എന്നൊക്കെ പറയും. അതിനകത്ത് നിറയ്ക്കുന്നത് നമ്മൾ സൾഫ്യൂരിക് ആസിഡാണ്. ആനോഡ് എന്ന് പറഞ്ഞാൽ ലെഡിൻ്റെ പ്ലേറ്റുകളാണ് ആനോഡ് എന്ന് പറയുന്നത്. കാഥോഡ് എന്ന് പറയുന്നത് ഗ്രിഡ് ഓഫ് ലെഡ് പ്ലേറ്റ് കോട്ടഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ്. ലെഡ് ഡയോക്സൈഡിൻ്റെ കോട്ടിങ്ങോട് കൂടി ലെഡ് പ്ലേറ്റുകളാണ് നമ്മൾ കാഥോഡായിട്ടാണ് വെക്കുന്നത്. എ സൊല്യൂഷൻ ഓഫ് H2SO4 38% ബൈ മാസ്. അതായത് ടോട്ടൽ സൊല്യൂഷൻ്റെ 38% H2SO4 ഉള്ള സൊല്യൂഷനാണ് നമ്മൾ ഇന്നത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് വെക്കുന്നത്. അവിടെയും റിയാക്ഷൻ തന്നിട്ടുണ്ട്, ഒന്ന് വായിച്ച് നോക്കുക. ഇവിടെ ഒരു ഓവറാൾ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഓവറാൾ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? റീചാർജ് ചെയ്യുന്നതിലൂടെ വീണ്ടും പഴയതുപോലെ ആക്കി മാറ്റാം. ഈ റിയാക്ടൻസ് ഒക്കെ പ്രൊഡക്റ്റായി മാറുന്നതിലൂടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കറണ്ട് കിട്ടും. നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ ഈ പ്രൊഡക്റ്റ് എല്ലാം ചേർന്ന് പഴയതുപോലെ റിയാക്ടൻ്റായി മാറും. റെഡി? അടുത്ത നിക്കാഡ് സെല്ലാണ്. നിക്കൽ കാഡ്മിയം സെൽ അഥവാ നിക്കാഡ് സെൽ എന്ന് പറഞ്ഞാൽ ആനോഡ് എന്ന് പറയുന്നത് എന്താണ്? കാഡ്മിയമാണ്. പിന്നെ NiO2 എന്ന് പറയുന്നതാണ് കാഥോഡ്. KOH ആണ് ഇലക്ട്രോലൈറ്റ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഓവറാൾ റിയാക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇതിനേക്കാൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പം നമ്മൾ പഠിച്ചത് പ്രൈമറി സെല്ലുകൾ എന്താണ്, സെക്കൻഡറി സെല്ലുകൾ എന്താണ് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ പ്രൈമറി സെല്ലിന് എക്സാമ്പിളും സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിയാക്ഷനുകൾ നോക്കി പോകണം കേട്ടോ. ഓവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കുമെങ്കിലും തന്നെ റിയാക്ഷൻസ് പഠിച്ച സെറ്റാണ്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ഉപകരിക്കും. ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞാൽ മീഥൈനോ ഹൈഡ്രജനോ മെത്തനോളോ പോലെയുള്ള ആളുകളെയൊക്കെ കമ്പഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നതോടെ തന്നെ നമുക്ക് ഒരുപാട് എനർജി പുറത്തോട്ട് കിട്ടും. ആ എനർജിയെ ഡയറക്റ്റായിട്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത്, അതായത് കമ്പഷൻ വഴി കിട്ടുന്ന എനർജിയെ എല്ലാം ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലാണ്, അഥവാ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. These are galvanic cells which converts the energy of combustion of fuels like hydrogen, methane, methanol directly into electrical energy. ഹൈഡ്രജനോ മീഥേനോ മെഥനോളോ പോലെയുള്ള ആളുകളെ കമ്പഷൻ വഴി ഉണ്ടാകുന്ന എനർജി ഡയറക്റ്റായിട്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസുകളെയാണ് നമ്മളെന്ന് പറയുന്നത് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാത്തത് ഏതാണ്? ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ. അപ്പോൾ ഹൈഡ്രജനാണ് ഇവിടെ കമ്പഷൻ നടത്തുന്നത്. കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടെ നടന്നാൽ കെമിക്കൽ റിയാക്ഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്നാൽ ഒരു പ്രൊഡക്റ്റ് കിട്ടും. അതിനോടൊപ്പം തന്നെ ഒരുപാട് എനർജി റിലീസ് ചെയ്യും. ആ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വോൾട്ടേജ് കറണ്ട് കിട്ടുന്നതോടൊപ്പം തന്നെ എന്തുകൂടെ കിട്ടും? വാട്ടറും കൂടെ കിട്ടും. ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്നുണ്ടാകുന്ന വാട്ടർ കിട്ടും. അതായത് ഇവിടുത്തെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പ്യൂർ ആയിട്ടുള്ള വാട്ടറാണ്. ഡ്രിങ്കിങ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന പ്യൂർ ആയിട്ടുള്ള വാട്ടറാണ്. ഇതിൻ്റെ ഡയഗ്രാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കഴിഞ്ഞ വർഷം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചുമ്മാ കയ്യിൽ നിന്നിട്ടതാണ്. ഇത് നിങ്ങളൊന്ന് വരച്ച് പഠിക്കണം കേട്ടോ. ഈ വർഷത്തെ എക്സാമിന് ചോദിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചോദിക്കുകയുണ്ടായി. ഇനിയും വരാവുന്ന വർഷങ്ങളിൽ ചോദിച്ചേക്കാം. അതിനാൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചേക്കുക. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ അഥവാ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നതിൽ ഈ ഒരു ഭാഗത്തോടെ നമ്മൾ ഹൈഡ്രജനെ കടത്തി വിടുന്നു, മറ്റൊരു ഭാഗത്തോടെ ഓക്സിജനെ കടത്തി വിടുന്നു. കാഥോഡും ആനോഡും എന്താണെന്ന് നോക്കുക. ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കുക. വാട്ടറാണ് നമുക്ക് വെളിയിലിട്ട് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ കാഥോഡ്, ആനോഡ്, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, ഓവറാൾ റിയാക്ഷൻ ശ്രദ്ധിച്ചേ. ഹൈഡ്രജനും ഓക്സിജൻ ചേർന്നാൽ വാട്ടർ ഉണ്ടാകുന്ന റിയാക്ഷനാണ് ഓവറാൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. കാഥോഡിലെ റിയാക്ഷൻ, ആനോഡിലെ റിയാക്ഷൻ ഒരു തെറ്റുമില്ല. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഒന്ന് നോക്കി വെച്ചേക്കുക. ഞാൻ വായിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ ബബിൾഡ് ത്രൂ ദ പോറസ് ഇലക്ട്രോഡ് ഇൻടു അക്വസ് NaOH or KOH. അക്വസ് NaOHലോ KOHലോ ഹൈഡ്രജനെയും ഓക്സിജൻ നമ്മൾ എന്ത് ചെയ്യണം? കടത്തി വിടുകയാണ്. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് വാട്ടർ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഒരുപാട് എനർജിയെ റിലീസ് ചെയ്യും. അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. മറ്റുള്ള എല്ലാ സെല്ലുകളെയും അപേക്ഷിച്ച് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്.
ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളിൽ ഏതെങ്കിലും ഒരു 3-4 എഴുതി കൊടുത്താൽ മതി. 3 ഞാൻ എഴുതിയിട്ടില്ല, 3 പോയിന്റ് എഴുതി കൊടുത്താൽ മതി. ദ സെൽ വർക്ക്സ് കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ദ റിയാക്ഷൻസ് ആർ സപ്ലൈഡ്. നമ്മൾ ഹൈഡ്രജൻ ഓക്സിജൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നിടത്ത് അത്രത്തോളം വർഷം എന്ത് ചെയ്യും, ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇടയിൽ ഫ്യൂസ് ആകുക എന്ന പരിപാടിയില്ല. ഹൈഡ്രജൻ ഓക്സിജൻ കൊടുത്തുകൊണ്ടേയിരിക്കുക, സൈഡിലൂടെ പ്രൊഡക്റ്റ് ഇങ്ങനെ വോൾട്ടേജ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇറ്റ് ഹാസ് ഹയർ എഫിഷ്യൻസി ആസ് കമ്പയർഡ് ടു അതർ കൺവേർഷൻ സെൽ. മറ്റുള്ള എല്ലാ സെല്ലുകളെയും അപേക്ഷിച്ച് ഇതിന് എഫിഷ്യൻസി വളരെ വളരെ കൂടുതലാണ്. അതായത് മുഴുവൻ എനർജിയെ നമുക്ക് എന്താക്കി മാറ്റാം, ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാം. എനർജി ലോസ് വളരെ കുറവാണ് എന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ വേസ്റ്റ് അഥവാ വേസ്റ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. അതിനാൽ തന്നെ ഇത് പൊല്യൂഷൻ ഫ്രീ ആണ്, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഇറ്റ് ഈസ് എക്കോ ഫ്രണ്ട്ലി അഥവാ പൊല്യൂഷൻ ഫ്രീ ആണ്. സിൻസ് വാട്ടർ ഈസ് ദ ഓൺലി പ്രൊഡക്റ്റ് ഫോം. ഇവിടെ ഉണ്ടാകുന്ന ഒറ്റ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. മാത്രമല്ല അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഈ ഹൈഡ്രജൻ ഫ്യൂൾസ് എല്ലാം ഉപയോഗിക്കും. 1 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഇങ്ങനെ ചോദിക്കും, അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന സെല്ല് ഏതാണ് എന്നുള്ളത്. സോളാർ സെല്ലൊന്നും എഴുതി വെക്കരുത്, ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കിലോട്ട് കടക്കുകയാണ്, കൊറോഷൻ. നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന പല മെറ്റലുകളും തന്നെ പതുക്കെ 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 ഇല്ലാതായി പോകുന്നത് കാണാം. തുരുമ്പ് പിടിക്കുക എന്നൊരു എക്സാമ്പിൾ തന്നെയാണ്. നമ്മുടെ കൂടെ പിക്ചർ നോക്കാം. നമ്മുടെ ജനൽ കമ്പികളായിക്കോട്ടെ, ഗേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആണി, ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ കുറേ ദിവസം അങ്ങനെ എടുത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിക്കുന്നതായിട്ട് കാണാം. ഈ തുരുമ്പ് പിടിക്കുക എന്ന് പറയുന്നത് കൊറോഷനാണ്. കൊറോഷൻ ഒരു എക്സാമ്പിളാണ് തുരുമ്പ് പിടിക്കുക. തുരുമ്പ് പറയുന്നത് റസ്റ്റിംഗ് ഓഫ് അയൺ ആണ്. അതേപോലെ തന്നെ വീട്ടിൽ വെച്ചിരിക്കുന്ന വിളക്കൊക്കെ തന്നെ ഒന്നും തുടയ്ക്കാതെ കുറേ ദിവസങ്ങൾ വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു പച്ച കളറിലൊരു ഉരുളി, കിണ്ടി, ഇതിലൊക്കെ എന്താണ് ഒരു പച്ച കളറ് കോട്ടിങ് വന്നിട്ടുണ്ടായിരിക്കും. ക്ലാവ് പിടിക്കുക. ഇതൊക്കെ എന്താ സംഭവം എന്നറിയാവോ? ഇതൊന്നും പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. കുറേ ദിവസങ്ങളോളം ഇരുന്നിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഒരു മെറ്റൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ മെറ്റൽ ഇപ്പം ഇന്ന് എടുത്ത് വെച്ചു, നാളെ ആകുമ്പോഴേക്ക് തുരുമ്പ് പിടിക്കോ? ഇല്ല. മറിച്ച് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്ക് തുരുമ്പ് പിടിക്കുവേ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മെറ്റൽ സർഫസിലുള്ള ആറ്റംസ് ഉണ്ടല്ലോ, ഇപ്പം അയൺ ആണെങ്കിൽ Fe, ഈ സർഫസിലുള്ള ആറ്റംസ് ഒക്കെ മോയ്സ്ചറുമായിട്ടോ അറ്റ്മോസ്ഫറിക് ഗ്യാസുകളുമായിട്ടോ എല്ലാം ടച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ, കോണ്ടാക്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ, ആ ഗ്യാസുകളും ഇവനും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഈ മെറ്റലിൻ്റെ ഓക്സൈഡുകളോ സൾഫൈഡുകളോ കാർബണേറ്റുകളോ ഒക്കെ ആയിട്ട് മാറും, വേറെ കോമ്പൗണ്ടുകളായിട്ട് മാറും. അത് പതുക്കെ 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 ഈ സർഫസിലുള്ള ആറ്റംസ് ഒക്കെ എന്തായിട്ട് മാറുകയാണ്, അങ്ങനെ കോമ്പൗണ്ടുകളായിട്ട് മാറുകയാണ്. അയണിൻ്റെ ഓക്സൈഡൊക്കെ ആയിട്ട് ഇങ്ങനെ മാറുമ്പോൾ പതുക്കെ 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 ഇത് കാർന്ന് തിന്നും, അഥവാ എന്താ പറയുക, കൊറോഡിയും. ഇങ്ങനെയാണ് കൊറോഷൻ സംഭവിക്കുന്നത്. പതുക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് മെറ്റൽ സർഫസിലുള്ള ആറ്റംസ് ഒക്കെ സർഫസിലുള്ള കോണ്ടാക്റ്റിലിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസുമായിട്ടോ മോയ്സ്ചേഴ്സുമായിട്ടോ വാട്ടർ മോളിക്യൂളുമായിട്ടോ റിയാക്ട് ചെയ്തിട്ട് ഇവരുടെ ഈ മെറ്റലിൻ്റെ ഓക്സൈഡുകളോ സൾഫൈഡുകളോ കാർബണേറ്റുകളോ ഒക്കെ ആയിട്ട് മാറുന്ന വളരെ സ്ലോവസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിനെ പറയുന്നതാണ് എന്ത്, കൊറോഷൻ. The slowest destruction of metal during the attack of atmospheric gases and moisture on the surface, resulting in the formation of compounds such as oxides, sulfides, carbonates, etc. are called corrosion. Clear? എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റസ്റ്റിംഗ് ഓഫ് അയൺ, തുരുമ്പ് പിടിക്കുക എന്ന് പറയുന്നത്. ടാർണിഷിംഗ് ഓഫ് സിൽവർ, ഫോർമേഷൻ ഓഫ് ഗ്രീൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ഫോർമേഷൻ ഓഫ് ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ ആൻഡ് ബ്രൗൺ. ഇതെല്ലാമാണ് കൊറോഷൻ എക്സാമ്പിൾ. അതിൽ നമുക്ക് റസ്റ്റിംഗ് ഓഫ് അയണിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നു എങ്ങനെയാണ്? അല്ല, ഈ ഇരുമ്പ് തുരുമ്പ് പിടിക്കുക എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ്, റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്ന ഈ പ്രോസസ്സ് എങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്? ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആയതുകൊണ്ടാണ്. അതായത് ഈ ഒരു മെറ്റലിൻ്റെ ഒരു ഭാഗത്ത് ഗ്യാസുകൾ, ഓക്സിജനോ മോയ്സ്ചറോ ഒക്കെ വന്നിങ്ങനെ നിൽക്കുന്നു വിചാരിക്കുക. ഇതെങ്ങനെയാണ് തുരുമ്പ് പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു മെറ്റലിൻ്റെ ഒരു ഭാഗത്തുള്ള Feകളെല്ലാം തന്നെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് Fe2+ ആയിട്ട് മാറും. ഇവിടെയുള്ള ഇലക്ട്രോൺ അപ്പോൾ Fe എന്ന് പറഞ്ഞ Fe2+ ആയിട്ട് മാറുമ്പോൾ അവിടെ ഓക്സിഡേഷൻ സംഭവിച്ചു, ഒരു ഭാഗത്ത് ഓക്സിഡേഷൻ സംഭവിച്ചു. ഈ 2 ഇലക്ട്രോൺ ഇതേ മെറ്റലിൻ്റെ മറ്റൊരു ഭാഗത്ത് വന്നുകൊണ്ട് അവിടെയുള്ള ഓക്സിജനെ റിഡക്ഷൻ നടത്തുകയാണ്. അതിനാൽ തന്നെ അവിടെ സംഭവിക്കുന്നത് എന്താണ്, അവിടെയുള്ള ഭാഗം എന്താണ്, കാഥോഡായിട്ട് ആക്ട് ചെയ്യണം. ഒരേ മെറ്റലിൻ്റെ ഒരു ഭാഗം ആനോഡായിട്ടും മറ്റൊരു ഭാഗം കാഥോഡായിട്ടും ആക്ട് ചെയ്യുകയാണ്. ഇനി നോക്കിക്കേ, ഞാൻ പറഞ്ഞതനുസരിച്ച് ഒന്ന് വായിച്ച് നോക്കിക്കേ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ ആൻഡ് എയർ. വാട്ടറിൻ്റെയും എയറിൻ്റെയും പ്രസൻസിലാണ് റസ്റ്റിംഗ് ഓഫ് അയൺ അഥവാ തുരുമ്പ് പിടിക്കുക എന്നത്. റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എന്താണെന്ന് ചോദിക്കുമേ, Fe2O3.XH2O. ഇതിനെയാണ് നമ്മൾ തുരുമ്പ് എന്ന് പറയുന്നത്. Fe2O3.XH2O എന്ന് പറയുന്നത് തുരുമ്പ്. നോക്കി വെച്ചോളൂ, മോളിക്കുലർ ഫോർമുല നോക്കി വെച്ചോളൂ. വാട്ടറിൻ്റെയും എയറിൻ്റെയും പ്രസൻസിലാണ് ഇത് നടക്കുക എന്നുള്ളത്. ഇറ്റ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. അതൊരു റിഡോക്സ് റിയാക്ഷൻ. അതിനർത്ഥം ഇവിടെ ഒരു ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, റിഡക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗം ആനോഡും ഒരു ഭാഗം കാഥോഡുമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അറ്റ് എ പെർട്ടിക്കുലർ സ്പോട്ട് ഓഫ് ദ മെറ്റൽ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ദ സ്പോട്ട് ബിഹേവ്സ് ആസ് ആനോഡ്. ഈ മെറ്റലിൻ്റെ ഒരു ഭാഗം
ഓക്സിഡേഷൻ നടക്കുന്നു, ആ ഭാഗം ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. ആ റിയാക്ഷൻ ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. 2Fe എന്ന് പറയുന്നത് 2Fe2+ ആയിട്ട് മാറുന്നു. എങ്ങനെ? 4 ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്തുകൊണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഓക്സിഡേഷനാണ് നടക്കുന്നത്. ഇതേ ഇലക്ട്രോണുകൾ ആ മെറ്റലിൻ്റെ മറ്റൊരു സ്പോട്ടിലോട്ട് പോവുകയാണ്. ദീസ് ഇലക്ട്രോൺസ് മൂവ്സ് ടു അനദർ സ്പോട്ട് ഓൺ ദ മെറ്റൽ ആൻഡ് റെഡ്യൂസ് ഓക്സിജൻ ഇൻ പ്രസൻസ് ഓഫ് H+. H+ന്റെ പ്രസൻസിൽ ഓക്സിജൻ എന്ത് ചെയ്യുകയാണ്? റിഡ്യൂസ് ചെയ്യുകയാണ്, അഥവാ റിഡക്ഷൻ നടത്തുകയാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ഏത് ഭാഗമായിട്ട് ആക്ട് ചെയ്യുന്നു? കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു. ദിസ് സ്പോട്ട് ബിഹേവ്സ് ആസ് കാഥോഡ്. അവിടുത്തെ റിയാക്ഷൻ എന്താണെന്ന് അറിയാവോ? ഓക്സിജൻ ഹൈഡ്രജൻ്റെ പ്രസൻസ് H+ൻ്റെ 4H+ൻ്റെ പ്രസൻസിൽ ആ 4 ഇലക്ട്രോണും കൂടെ ചേർന്ന് എന്തായിട്ട് മാറും? വാട്ടറായിട്ട് മാറും. റെഡി? ഓവറോൾ റിയാക്ഷനും കൂടെ എഴുതി തരാം. ഓവറോൾ റിയാക്ഷൻ 2FeO2 ചേർന്ന് 4H+. ആരോ മാർക്കിൽ ലെഫ്റ്റുള്ള എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നു, ആരോ മാർക്കിൻ്റെ റൈറ്റുള്ള എല്ലാം ഒരുമിച്ച് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. 2Fe2++. ഈ Fe2+ എന്ന് പറയുന്ന ഇവനാണ് റസ്റ്റ് Fe2O3 ആയിട്ട് മാറുന്നത്. റെഡി? ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഇരുമ്പ് തുരുമ്പ് പിടിക്കുക എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ വരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ഈ ഭാഗത്തുനിന്ന് നിങ്ങളോട് ചോദിക്കാവുന്ന ചോദ്യം ഇതാണ്: ഇരുമ്പ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ ആണ് പഠിക്കാനുള്ളത്. 4 പോയിന്റുകളേ ഉള്ളൂ. വളരെ നൈസാണ്. നമുക്കറിയാവുന്ന പല പോയിന്റുകൾ ഇതിനകത്തുണ്ട്. നമ്മുടെ ഇപ്പോൾ സൈക്കിളിൻ്റെ വീലായിക്കോട്ടെ, ഗേറ്റ്, ജനലിൻ്റെ കമ്പി, ഇതൊക്കെ തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യുക? പെയിൻ്റ് അടിക്കും, ഓയിൽ കൊണ്ട് കോട്ട് ചെയ്യും. എന്താണ് ഉദ്ദേശം? ഈ മെറ്റലിൻ്റെ സർഫസ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസുകളുമായിട്ടോ മോയ്സ്ചറുമായിട്ടോ കോണ്ടാക്റ്റിൽ ഇരുന്നാൽ മാത്രമല്ലേ ഇത് തുരുമ്പ് പിടിക്കുള്ളൂ, അല്ലേ? അപ്പോൾ കോണ്ടാക്റ്റിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? മേലെ ഓയിൽ വെച്ചുകൊണ്ടോ പെയിൻറ് വെച്ചുകൊണ്ടോ ഇനി വേറെ ഏതെങ്കിലും മെറ്റീരിയൽ സൊല്യൂഷൻ വെച്ചുകൊണ്ടോ കോട്ട് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ബൈ കോട്ടിംഗ് ദ മെറ്റൽ സർഫസ് വിത്ത് പെയിൻറ് ഓർ വാർണിഷ്. പെയിൻറ് വാർണിഷ് കൊണ്ട് കോട്ട് ചെയ്യാം. അങ്ങനെ നമുക്കതിന് തുരുമ്പ് പിടിക്കാതിരിക്കാം. അതുമാത്രമല്ല, അവരെക്കാൾ റിയാക്ടിവിറ്റി കൂടിയ മറ്റു മെറ്റലുമായിട്ട് കോട്ട് ചെയ്യാം. സിങ്കോ മെഗ്നീഷ്യോ ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു മെറ്റലിൻ്റെ മേലെ കോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് തുരുമ്പ് പിടിക്കാതിരിക്കും. അങ്ങനെ മേലെ റിയാക്ടിവിറ്റി കൂടിയ മറ്റു മെറ്റലുകൾ വെച്ചുകൊണ്ട് കോട്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഗാൽവനൈസേഷൻ. ആ അയണിനെ പറയുന്ന പേരാണ് ഗാൽവനൈസ്ഡ് അയൺ. അതുമല്ല എങ്കിൽ ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ കിട്ടും. ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ വെച്ചുകൊണ്ട് മേലെ ഒരു കോട്ടിങ് കൊടുക്കാം, തുരുമ്പ് പിടിക്കാതിരിക്കാൻ. അതുമല്ല എങ്കിൽ ഈ ഒരു ഇരുമ്പിനെ ഇതുപോലെ തന്നെ വെക്കണം. ഇതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കാൻ പാടില്ല, ഇതിൻ്റെ മുകളിൽ വാർണിഷ് അടിക്കാൻ പാടില്ല, ഇതിൻ്റെ മുകളിൽ ഓയിൽ അടിക്കാൻ പാടില്ല, ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ അടിക്കാൻ പാടില്ല. ഇവനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ മറ്റൊരു മെറ്റലും കൊണ്ട് കോട്ട് ചെയ്യാനും പാടില്ല. ഇതുപോലെ തന്നെ ഭംഗിയിൽ എനിക്കിരിക്കണം. എന്ത് ചെയ്താൽ മതി എന്നറിയാവോ? ഇവനെ ഒരു വയറ് വെച്ചുകൊണ്ട് കണക്ട് ചെയ്തിട്ട് ഇവനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള സിങ്കോ മെഗ്നീഷ്യമായിട്ട് കണക്ട് ചെയ്ത് അവിടെ ഇടുക. ചുമ്മാ വെച്ചാൽ മതി. അതായത് വീടിൻ്റെ ഗേറ്റിൽ എനിക്ക് എണ്ണ കൊണ്ട് കോട്ട് ചെയ്യാൻ പാടില്ല, പെയിൻ്റ് അടിക്കാൻ പാടില്ല, മെറ്റൽ വേറൊരു റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ വെച്ചുകൊണ്ട് കോട്ട് ചെയ്യരുത്, വാർണിഷ് അടിക്കരുത്, ഇങ്ങനെ ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ ഒന്നും കൊടുക്കരുത്. എനിക്ക് ഈ ഗേറ്റ് ഇതുപോലെ തന്നെ നിൽക്കണം. എന്ത് ചെയ്താൽ അറിയാമോ? ഗേറ്റിൻ്റെ ഒരു കമ്പിയിൽ റിയാക്ടിവിറ്റി കൂടിയ സിങ്കോ അവനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ വേറൊരു മെറ്റലുമായിട്ട് കണ്ടിട്ട് അവിടെ വെച്ചാൽ മതി. എന്താ സംഭവിക്കുക? ഈ ഗേറ്റിൻ്റെ സർഫസിൽ മോയ്സ്ചേഴ്സോ ഗ്യാസോ വന്നാൽ അവൻ്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോണിനെ വാങ്ങുമ്പോൾ അതേ സ്ഥാനത്തോട്ട് ആരുടെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ പോകും? നമ്മുടെ ഈ റിയാക്ടിവിറ്റി കൂടിയവൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇതിൽ നിന്ന് ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഇവൻ ഇലക്ട്രോൺ ഇങ്ങോട്ട് കയറും. അപ്പോൾ എഫക്റ്റീവ്ലി ആരുടെ കയ്യിൽ നിന്നാണ് ഇലക്ട്രോൺ പോകുന്നുണ്ടായിരിക്കുക? ഇതിനോടൊപ്പം വയറിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മെറ്റലിനായിരിക്കും ഇലക്ട്രോൺ പോകുന്നുണ്ടായിരിക്കും. ഇവന് ഇലക്ട്രോൺ ലോസ് ഉണ്ടാവില്ല, ഇവന് ആ റിയാക്ഷൻ നടക്കില്ല. അതിനാൽ തന്നെ ഇവൻ അതുപോലെ തന്നെ പഴയതുപോലെ ഉണ്ടാവും. ഇവനുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റിയാക്ടിവിറ്റി കൂടിയ മെറ്റലായിരിക്കും ഇല്ലാതായി മാറിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ സ്വയം ഇല്ലാതായി മാറി ഇവനെ സംരക്ഷിക്കുന്നതിനാണ് സാക്രിഫിഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത്. An electrochemical method is to provide a sacrificial electrode of another metal or a zinc or magnesium which corrodes itself but saves the object. ഇതിനാണ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. സ്വയം ഇല്ലാതായി മാറി കൂടെയുള്ള ഇവനെ സംരക്ഷിക്കുന്നതാണ് എന്ത്? സാക്രിഫിഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത്.
അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട്, എത്ര സമയമായി എന്ന് എനിക്ക് അറിയുന്നില്ല എങ്കിലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ചാപ്റ്ററിലെ മുഴുവൻ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഡിഫിക്കൽട്ടാണെന്ന് വിചാരിച്ച പല പാഠഭാഗങ്ങളും നിങ്ങൾക്ക് അതിഗംഭീരമായി തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസുമായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വരാം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ ക്ലാസ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. എന്ത് ദിവസം ഞാനും ശരി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കിട്ടുന്ന ടോപ്പിക്ക് വരണം. താങ്ക് യു.